ഓം ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണച്ഛായം ത്രിനേത്രം രസാദാസ്പൃഷ്ടം പ്രിയയാ സപത്മകരയാ സ്വംഗസ്ഥയാ സന്തതം ബീജാപൂരഗതാധനുസ്ത്രിശികയുക് ചക്രാബ്ജപാശ്വൽപലവ്രീഹഗ്രം സുവിഷാണരത്നകരശാൻ ഹസ്തൈർവഹന്തിം ഭജേയംഗം ഗണപതയേ നമഃ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശ്യോമേ. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപപടീകാ പുസ്തകാ വേദഹസ്ത അഭയവരകരാഢ്യാ ഉല്ലകൽഹാരസംസ്ഥാ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീലാമേ. ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം പാതുനോ ഭീതേ ഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഭാഗവതത്തിലെ സർഗ വിസർഗലീലകൾ പ്രതിപാദിക്കപ്പെടുന്നു എന്ന് പറയുന്ന രണ്ട് ലക്ഷണങ്ങൾ സർഗവും വിസർഗവും ആദ്യത്തെ സൃഷ്ടിയോ അവാന്തര സൃഷ്ടിയോ എല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന രണ്ട് സ്കന്ധങ്ങളാണ് തൃതീയം ചതുർത്ഥം എന്ന് പറയുന്ന സ്കന്ധങ്ങൾ. അതിന്റെ പര്യവസാന വേളയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സർഗവിസർഗലീലകളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഈ രണ്ട് സ്കന്ധങ്ങൾ വിതുര മൈത്രേയ സംവാദ രൂപത്തിലുമാണ്. ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. വിതുര മൈത്രേയ സംവാദ രൂപത്തിലുള്ള ഈ രണ്ട് സ്കന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, ജ്ഞാനം തന്നെയാണ് നിത്യാനിത്യ വിവേകം. അത് പരോക്ഷമല്ല, അപരോക്ഷ അനുഭൂതി തന്നെയാണ്, മോക്ഷത്തിന്റെ ഉപാധിയാണ്. അവിടെ കപിലമുനി തന്റെ അമ്മ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയോടുകൂടി തുടങ്ങിയ തൃതീയ സ്കന്ധത്തിലെ ജ്ഞാനോപാഖ്യാനം അഥവാ മുമുക്ഷുവാക്കിക്കൊണ്ട് മോക്ഷാർത്ഥിയാക്കിക്കൊണ്ട് മോക്ഷം പ്രദാനം ചെയ്യുന്ന കഥാകോളം. മോക്ഷമാണ് പ്രധാന വിഷയം. ശ്വാനാദിക്കും കിട്ടുമത്തുച്ഛഭോഗം നേടാനല്ല മക്കളെ മർത്യദേഹം എന്ന് ഋഷഭൻ അടുത്ത സ്കന്ധത്തിൽ മക്കളോട് പറയുന്നുണ്ട്. 100 മക്കളാണ്. അപ്പോൾ ഋഷഭൻ എന്ന് പറയുന്ന ശ്രേഷ്ഠാവതാരം, ജൈനന്മാരുടെ ആദ്യത്തെ തീർത്ഥങ്കരൻ എന്ന് അവർ പറയുന്ന അവതാര സ്വരൂപം, അദ്ദേഹം മക്കളെ വിളിച്ചിരുത്തി പറയുന്നത് ശ്വാനാദിക്കും കിട്ടുമത്തുച്ഛഭോഗം നേടാനല്ല മക്കളെ ഈ മർത്യദേഹം. മനുഷ്യശരീരം കിട്ടിയിരിക്കുന്നത് തുച്ഛമായിട്ടുള്ള ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന്. ഇവിടെ എത്രയെത്ര കഥാകോളങ്ങളാണ് ഒന്ന് ചുരുക്കത്തിൽ നാം ചിന്തിച്ചാൽ മതി. അവിടെ ആദ്യത്തെ കഥാകോളമായിട്ട് തൃതീയ സ്കന്ധത്തിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണുന്നത് വരാഹാവതാരമാണ്. വരാഹാവതാരത്തിലൂടെ നമ്മൾ ശരീരത്തെ മെരുക്കിയെടുത്ത് മേദിനി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൃഥ്വി എന്ന് പറയുന്ന ശരീരത്തെ മെരുക്കിയെടുത്ത് ഒരുങ്ങുകയാണ് ധ്യാനത്തിന്, യോഗത്തിന്, ഉപാസനയ്ക്ക്. അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് കപിലവാസുദേവൻ അവതരിച്ച അമ്മയ്ക്ക് മോക്ഷാർത്ഥിയാക്കി അവൾക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു വിഷയവും കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോക്ഷാർത്ഥിയായിരിക്കുന്ന ദേവഹൂതിക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്ന കഥാകോളം. അതാണ് കപിലഗീത.
അപ്രകാരമുള്ള ആ ജ്ഞാനത്തെ ദൃഢമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചതുർത്ഥ സ്കന്ധമെന്നും നമ്മൾ സ്പർശിച്ചു, സംസാരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ കഥാഗോളം അർത്ഥത്തെ, കാമത്തെപ്പറ്റി, അർത്ഥകാമങ്ങളെപ്പറ്റിയാണെങ്കിൽ ധർമ്മവും ആദ്യം കടന്നു വന്നിട്ട് ദക്ഷന്റെ കഥയെല്ലാം തന്നെ പറഞ്ഞ് ദക്ഷയാഗം കഥയിലൂടെ ധർമ്മപ്രകരണവും, അത് കഴിഞ്ഞിട്ട് പിന്നാലെ നമ്മൾ കാണുന്ന അർത്ഥപ്രകരണവും കാമപ്രകരണവും ഒടുവിൽ മോക്ഷത്തിൻ്റെതായിട്ടുള്ള പ്രകരണവുമാണ് നാം വായിച്ച് സമർപ്പിച്ച് ഇപ്പോൾ തീർക്കാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന അത്തരത്തിലുള്ള 4 പ്രകരണങ്ങൾ അഥവാ പുരുഷാർത്ഥങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള ആ കഥാഗോളങ്ങളെല്ലാം തന്നെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ ജനിച്ചു വീഴുന്ന ധർമ്മത്തിനും ലക്ഷ്യം മോക്ഷവുമാണോ എന്ന് ഇതുതന്നെയാണ് പഞ്ചമസ്കന്ധത്തിന് ഋഷഭൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ മർത്യവിഗ്രഹം നാനാഭോഗത്തിനുള്ളതല്ല എന്ന് എഴുത്തച്ഛനും പരിഭാഷപ്പെടുന്നു. ശ്വാനാദിക്കും കിട്ടും ആ തുച്ഛഭോഗം നേടാനല്ല എന്ന്. പട്ടിക്കും പൂച്ചയ്ക്കും മൃഗങ്ങൾക്കും എല്ലാം കിട്ടുന്ന അത്തരത്തിലുള്ള ഭോഗം അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ, പ്രാപഞ്ചികമായിട്ടുള്ള സുഖഭോഗങ്ങൾ നേടാനല്ല ശരീരമെന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത വ്യക്തമായിട്ടും പ്രതിപാദിക്കുകയാണ് പുരുഷാർത്ഥങ്ങളിലൂടെ, ഈ 4 പ്രകരണങ്ങളിലൂടെ. ഇവിടെ ഒടുവിലേക്ക് കടന്നു വരുമ്പോൾ നാം പ്രചേതസ്സുകളുടെ കാര്യമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത് പ്രാചീന ബർഹിസിന്റെ സന്തതികളാണ്. അഥവാ പ്രാചീന ബർഹിസ് കർമ്മഠനായിരിക്കുന്ന അദ്ദേഹത്തെ, അല്ലെങ്കിൽ നിത്യവും നിരന്തരവുമായിട്ട് ഇങ്ങനെ കർമ്മത്തിൽ വ്യാപൃതനായിക്കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സദാ ഇങ്ങനെ കർമ്മത്തിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, അയാളെ കർമ്മത്തിൽ നിന്ന് ഒന്ന് വിടർത്താൻ വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങളാണ് നാരദർ പ്രയോഗിച്ചത്. നമ്മളെല്ലാവരും തന്നെ വാസ്തവത്തിൽ കർമ്മഠന്മാരാണ്. നമുക്ക് കർമ്മത്തിനോട് എന്തെന്നില്ലാത്ത ഒരാഭിമുഖ്യമുണ്ട്. നമ്മൾ അത്തരത്തിൽ അതിൽ മുഴുകിക്കഴിയുന്നവരാണ്. കർമ്മം വേണ്ട എന്നല്ല, കർമ്മം ധർമ്മം ആയിരിക്കണം, ധർമ്മം അനുഷ്ഠിച്ചേ മതിയാവൂ. പക്ഷേ ആ കർമ്മങ്ങളെല്ലാം തന്നെ നമ്മളെ കർമ്മത്തിൽ കെട്ടിയിട്ടുകൊണ്ട് നശിപ്പിക്കാൻ വരരുത് എന്ന് മാത്രം. ഇതാണ് ഭാഗവതത്തിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശം. നല്ലൊരു ദൗത്യം ഭാഗവതത്തിനുണ്ട്. നമ്മൾ കർമ്മം ചെയ്യണം, ജനിച്ചത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കർമ്മങ്ങളെല്ലാം തന്നെ ഒടുങ്ങുകയും വേണം. അവസാനം കർമ്മം തീർന്ന അവസ്ഥയിൽ തന്നെ വേണം ഇവിടെ നിന്ന് ശരീരത്തെ തിരിച്ചു കൊണ്ടുപോകാൻ. അപ്പോൾ ശരീരം എടുത്തത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. കുരഞ്ജന്റെ കഥയിലൂടെ ഈ നവദ്വാരങ്ങളുള്ള ശരീരത്തിൽ കയറിക്കൊണ്ട് ജീവൻ ഓരോരോ പ്രവൃത്തികളിൽ കടന്നുകൂടുന്നത് പ്രവൃത്തിനിരതമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തെ കൊണ്ട് നമ്മൾ ക്ഷമമായിരിക്കുന്ന ഒരു ജീവിതം, കാര്യക്ഷമമായിട്ട് നമ്മൾ പ്രവർത്തനം ചെയ്തേ മതിയാവൂ. അതിനുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭോഗങ്ങളുടെ പിന്നാലെ പോകാതെ ഒരു യോഗത്തിന്റെ മാർഗം അവലംബിക്കണമെന്ന് കൂടി ഇവിടെ നാം കാണുകയാണ്. പ്രചേതസ്സുകൾക്ക് സാക്ഷാൽ ശിവപെരുമാൾ ആ ഗീതമെല്ലാം തന്നെ സ്തുതിക്കാനുള്ള, സ്തോത്രമെല്ലാം തന്നെ ഭഗവാൻ വാസുദേവനെ സ്മരിക്കാനുള്ള, അത്തരത്തിലുള്ള സ്തുതിക്കാനുള്ള സകലതും പറഞ്ഞു കൊടുത്തിട്ട് അവരെ ധ്യാനത്തിനും യോഗത്തിനും തപസ്സിനും വേണ്ടി വിനിയോഗിക്കുക. അവർ ഇങ്ങനെ ആ ജലധിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അബ്ധിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സാഗരത്തിൽ മുങ്ങിക്കടന്നുകൊണ്ട് ആ സ്തോത്രം ജപിച്ചുകൊണ്ട് അനേക സംവത്സരക്കാലം കഴിഞ്ഞുകൂടിയിട്ട് പോരുന്ന രംഗത്തേക്ക് നമ്മൾ പോരുകയാണ്. അപ്പോൾ പ്രചേതസ്സുകളാണ് മോക്ഷപ്രകരണത്തിൽ, 4ാമത്തെ പ്രകരണത്തിൽ പുരഞ്ജനോപാഖ്യാനമെല്ലാം തന്നെ വായിച്ചു കഴിഞ്ഞിട്ട് നാം കാണുന്ന പ്രധാന കഥാപാത്രങ്ങൾ പ്രചേതസ്സുകളാണ്. ആ പ്രചേതസ്സുകളുടെ സന്തതിയായിട്ട് വീണ്ടും ദക്ഷപ്രജാപതി ജനിക്കുന്ന കാര്യവും കൂടി പറഞ്ഞുകൊണ്ടാണ് ചതുർത്ഥ സ്കന്ധം അവസാനിക്കുന്നത്. ദക്ഷപ്രജാപതിയെ നമ്മൾ കാണുന്നത് ചതുർത്ഥ സ്കന്ധത്തിന്റെ തുടക്കത്തിൽ ദക്ഷയാഗം കഥയിലാണ്. അവിടെ ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് തന്നെ എന്തെന്നില്ലാത്ത വ്യവഹാരകുശലനാണ്, ആരെയും മാനിക്കാത്ത, എല്ലാ തരത്തിലും ദക്ഷൻ എന്നുള്ള വാക്ക് വളരെയേറെ അവതരിപ്പിച്ചുകൊണ്ടും പ്രകടിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന, ആരെയും മാനിക്കാത്ത, കൂസലില്ലാത്ത ഒരു പ്രത്യേക കഥാപാത്രം. ആ ദക്ഷനാണ് വാസ്തവത്തിൽ തലയേറ്റുപോയിട്ട് വീണ്ടും ജനിക്കാനിടവരുന്നു. ആ ജനിക്കാനിടവന്നത് ഈ പ്രചേതസ്സുകളിലൂടെയാണ്. മോക്ഷപ്രകരണത്തിന്റെ കഥാപാത്രങ്ങളായിട്ടുള്ള പ്രചേതസ്സുകളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട് ദക്ഷൻ ജനിക്കുന്നു എന്ന് ആ ഭാഗത്തേക്കെല്ലാം നമ്മൾ കടക്കുമ്പോൾ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, വളരെ രസകരമായിട്ട് എല്ലാ തരത്തിലും ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എല്ലാ കഥകളെടുത്താലും ഇതല്ലാതെ മറ്റേ അതൊന്നും കാണാനില്ല. ഭഗവത് ഭക്തസംഗാംശത്തോടു തുല്യമാകാമികവാർന്നീടും സ്വർഗസുഖവും നിർവാണവും പിന്നെ എന്തിന്നിവർക്ക് ഈ മന്നിടം തന്നിൽപ്പെടും ഉന്നത പദങ്ങളും ഐശ്വര്യഭോഗങ്ങളും.
ഭക്തസംഘത്തിലെന്നും ഭഗവത് പരിശുദ്ധ സൽക്കഥ കീർത്തിച്ചീടുമായത് കേൾക്കും നേരം ആശകൾ ശമിച്ചീടും പ്രാണികൾ തമ്മിൽ വൈരം ലേശവും കാണാതാകും അല്ലലുമില്ലാതെയാം. സത്സംഗത്തിന്റെ പ്രാധാന്യമെല്ലാം തന്നെ സൂചിപ്പിക്കുക. ഏതായാലും ഭഗവത് സ്മൃതിയിൽ ഇങ്ങനെ ആണ്ട് എല്ലാ തരത്തിലും നമ്മൾ എല്ലായ്പ്പോഴും അതിൽ തന്നെ ആമഗ്നമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുക്തി കിട്ടുമെന്ന്. ഭക്തി ഒരു പ്രത്യേക തരത്തിലാണ് ഭാഗവതം അവതരിപ്പിക്കുന്നത്. ഭക്തിയിലൂടെ പലവട്ടം നമ്മൾ പറഞ്ഞു പോന്നിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകാൻ നിവൃത്തിയില്ല. ഇല്ലെങ്കിൽ ഭക്തി നിരർത്ഥകമാകും. അപ്പൊ ഇവിടെയും ഭക്തി സാർത്ഥകമാകണമെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നമുക്ക് ആവശ്യമാണ്. ഇവിടെ വാസ്തവത്തിൽ പ്രചേതസ്സുകൾ ഭഗവാനെ കണ്ടിട്ട് ഭഗവാനോട് പറയുന്നതും ഭഗവാൻ പറയുന്നതും വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. കല്യാണ ഗുണനാമധേയങ്ങൾ കലർന്നോവേ അല്ലലാറ്റിയിടും നാഥ ഭവാനു നമസ്കാരം. വിശുദ്ധ സത്വഗുണമാർന്നും സ്വഭക്തതാപമശേഷം നിരന്തരം ഹരിച്ചും വിളങ്ങിയിടം സർവയാദവോമശപ്രഭുവാം വാസുദേവ നിർവ്യാജം നമസ്കാരം ചെയ്യുന്നു ഹരേ കൃഷ്ണ. ഭംഗിയായിട്ടുള്ള ദർശനം ഭഗവാന് വ്യക്തമായിട്ട് കണ്ടുകൊണ്ട് ഭഗവത് സ്തുതിയിലാണ്ട് ആ ഭഗവാനെ സ്തുതിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അവർ അദമ്യമായിരിക്കുന്ന ഭക്തിയുടെ പ്രതീകങ്ങളായിട്ട് മാറി എന്ന് കാണാം. എന്നിട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞു അസംഗന്മാർതൻ പ്രാപ്യസ്ഥാനമായിടും സാക്ഷാൽ ഋഷീകേശനായിടും അങ്ങയെ വാഴ്ത്തുന്നുണ്ട് അസംഖ്യം. അസൗഖ്യവും ആനന്ദവും മറ്റെങ്ങും സിദ്ധിച്ചിട. അപ്പൊ നമുക്കെല്ലാവർക്കും ആനന്ദം കിട്ടുന്നതിനും സൗഖ്യം ഉണ്ടാകുന്നതിനും ഇത് ആവശ്യമാണോ എന്ന്. അപ്പൊ എല്ലാ തരത്തിലും വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഭഗവത് സംഗമം, ഭഗവാനുമായിട്ട് കണ്ടുമുട്ടൽ, ഭഗവാനെ ദർശിക്കൽ, ആ ഭഗവാന്റേതായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കൽ, ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടെ കാണുകയാണ്. ഈ ഒടുവിലേക്ക് വരുമ്പോൾ 29-ാമത്തെ അധ്യായം, അത് കഴിഞ്ഞ് 30-ാമത്തെ അധ്യായം, അത് കഴിഞ്ഞ് 31-ാമത്തെ അധ്യായം. അങ്ങനെ കാലമേറെ കഴിഞ്ഞു. അങ്ങനെ കാലമേറെ കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ വിജ്ഞാനം നേടി ഭക്തപാലകൻ ഭഗവാൻ തൻ വാക്കുകളോർത്തു പിന്നെ കാന്തയെ തനയം കലിപ്പിച്ചു. ആ പ്രചേതാക്കൾ സ്വന്തം മന്ദിരം ത്യജിച്ചത്യരം പോയിടിനാർ. അപ്പൊ എല്ലാ തരത്തിലും മക്കളെ എല്ലാം തന്നെ പരിപാലിച്ചു വരുന്ന പ്രചേതാക്കൾ ഭാര്യയെ മക്കളുടെ കയ്യിലാക്കിയിട്ട് മക്കളുടെ ഭരണത്തിൽ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷാദികളിൽ ഏർപ്പെടുത്തിയിട്ട് ഇവർ തപസ്സിന് പോവുകയാണ്. എങ്ങനെ? പശ്ചിമദിക്കൽ കടൽ തീരത്ത് ജാജലിയാം വിശ്രുതമുനി സിദ്ധിയടഞ്ഞോരിടമാർന്ന് സർവഭൂതൗഖത്തിലും ആത്മഭാവനയോടും സർവതാ ബ്രഹ്മചിന്താദീക്ഷിതരായാലവർ അവിടെ പ്രാണൻ മനം വചനം ദൃക്കുമെല്ലാം ശവശത്താക്കി പിന്നെ ആസനങ്ങളെ വെന്ന് സമശാന്തങ്ങൾ അവയവങ്ങൾ നിർത്തി നേരെ വിമല പരബ്രഹ്മത്തിങ്കൽ ആത്മാവ് ചേർത്ത് സ്ഥിതി ചെയ്യും. ആ ബർഹിസ്സു തന്നെ ബർഹിസുതരെ ഒരു നാളിൽ ദിതിജസുരവയ ദ്വന്ദ്വൻ നാരദൻ വന്നു കണ്ടാൻ. അപ്പൊ ഇവരുടെ തപസ്സും ശക്തിയും അവർ നേടിയ നേട്ടങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കി നാരദരെ അവരെ വന്ന് കാണുകയാണ്. അപ്പൊ ഈ നാരദൻ വന്ന് കണ്ടിട്ട് നാരദൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാത്മാവായി സർവേശ്വരനാം മുകുന്ദനെ വിശ്വാസപൂർവം സേവിച്ചിടുന്ന മനുഷ്യന്റെ ജനിയും കർമ്മങ്ങളും ആയുസ്സും വാക്കുകളും മനവുമെല്ലാം ഫലയുക്തമായി ഭവിക്കുന്നു. നാരദൻ അങ്ങനെ പറയുള്ളൂ. ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന ഭക്തിയിൽ തന്നെ സദാ രമിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ആ നാരദര് ഭഗവാനോട് അദമ്യമായിരിക്കുന്ന ഭക്തി വെച്ച് പുലർത്തണം. അനന്യമായിട്ടുള്ള സ്നേഹത്തിലൂടെ നമ്മളെല്ലാവരും തന്മയീഭാവം അതിലെത്തണമെന്നെല്ലാം നിർബന്ധിച്ചു പറയുന്ന നാരദരാണല്ലോ ഭാഗവത്തിലുടനീളം നമ്മൾ കാണുന്ന പ്രധാന കഥാപാത്രവും. ശ്രവണം കൊണ്ടും നാരദൻ പറയാണ്, ശ്രവണം കൊണ്ടും വ്രതാദ്യ അനുഷ്ഠാനങ്ങളാലും കുറെ അതും ഇതൊക്കെ കേട്ടു. അതുപോലെ കുറെ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തി. വിവരണങ്ങളാലും ചിത്തസങ്കല്പത്താലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? പൂജ പഠിക്കുന്നില്ലേ? ഹോമാദികൾ ചെയ്യുന്നില്ലേ? പുരാണാദികൾ കേൾക്കുന്നില്ലേ? അനുഷ്ഠാനങ്ങൾ നമ്മൾ നടത്തുന്നില്ലേ? ആചാരങ്ങളെല്ലാം തന്നെ മുറുകെ പിടിക്കുന്നില്ലേ? ഇതൊക്കെയുണ്ട്. അതിനെപ്പറ്റി പറയുന്ന നിരാകരിച്ചോട് പറയുന്ന ഈ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശ്രവണം കൊണ്ടും വ്രതാദ്യ അനുഷ്ഠാനങ്ങളാലും വിവരണങ്ങളാലും ചിത്തസങ്കല്പത്താലും ചിന്തന ബുദ്ധി കൊണ്ടും വസ്തുജ്ഞാനത്തിനുള്ള ഒരിന്ദ്രിയ ശക്തി കൊണ്ടും വല്ലതും ഫലമുണ്ടോ?
നമ്മുടെ ഇന്നത്തെ കാര്യം ആലോചിച്ചാൽ മതി. എല്ലാ തരത്തിലും നമ്മൾ ആധ്യാത്മികവാദികളെന്ന് അഭിമാനിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഈ മത അനുഷ്ഠാനങ്ങളുണ്ട് ഇല്ലാഞ്ഞിട്ടല്ല. മതങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേപടി ആണ്, ഇവിടെ വ്യത്യാസം കൂടാതെ ചെയ്യാനും നമ്മൾ മുതിരുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല എന്ന് എന്തേ ഇങ്ങനെ പറയാൻ കാരണം, നമ്മൾ അപ്പോഴും വാസ്തവത്തിൽ എന്തോ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ സംഗതി നമുക്ക് ആവശ്യമാണ്, ആധ്യാത്മികതയിലും ആവശ്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുക്തന്മാരാകുക. മുക്തി എന്ന് പറയുന്ന സ്വാതന്ത്ര്യമാണ്, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ഒരു പ്രത്യേക രീതിയിൽ ഉന്മത്തനായിട്ടുള്ളൊരു അവസ്ഥയല്ല അത്. ആ സത്യത്തിൽ എല്ലാത്തിലും സ്വസ്ഥനായി സ്വതന്ത്രനായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അവിടെയാണ് വാസ്തവത്തിൽ ശ്രവണം കൊണ്ടും അതും കേട്ടു ഇതും കേട്ടു കുറേ യജ്ഞങ്ങൾ നടത്തി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തും, എത്രമാത്രം യാഗങ്ങൾ നടത്തി, യജ്ഞങ്ങൾ നടത്തി, എത്രമാത്രം പ്രഭാഷണങ്ങൾ നടത്തി എന്നെല്ലാം പറയും. അതെല്ലാം തന്നെ കേട്ടു എന്നിങ്ങനെ അഭിമാനിക്കും. അതുകൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല എന്ന് നാരദര്. ശ്രവണം കൊണ്ടും വ്രതജ്ഞ അനുഷ്ഠാനങ്ങളാലും വിവരണങ്ങളാലും ചിത്തസങ്കല്പത്താലും ചിന്തന ബുദ്ധി കൊണ്ടും വസ്തുജ്ഞാനത്തിനുള്ളോർ ഇന്ദ്രിയശക്തി കൊണ്ടും വല്ലതും ഫലമുണ്ടോ? പിന്നെ എന്തുകൊണ്ടാ ഫലം പിന്നാലെ വരുന്നുണ്ട്. സന്യാസം, യോഗം, വേദാധ്യയനം, സാഖ്യശാസ്ത്രം എന്നിവ കൊണ്ടും അന്യ ശ്രേയോലാഭങ്ങളാലും എന്താണ് ഫലം? ആത്മസ്വരൂപം ദാനം ചെയ്യും ബന്ധുവാം ശ്രീകാന്തന സേവനം ചെയ്തിടായിൽ. ഈശ്വരചിന്ത. ആ ഈശ്വരൻ എന്ന് പറയുന്ന മുകുന്ദനെ, സാക്ഷാൽ ജഗദീശ്വരനായിരിക്കുന്ന വാസുദേവനെ സ്മരിക്കാതെ കുറെ അതും ഇതുമെല്ലാം തന്നെ ചെയ്തു എന്ന് അവകാശപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന മുഴുവൻ അതാണ്. ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നുണ്ട്, ഉത്സവ ആഘോഷങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. എന്തെല്ലാം തരത്തിലാണ് അതിനെ ആർഭാടപൂർണ്ണമാക്കുന്നത്. ഇതെല്ലാം തന്നെ വ്യർത്ഥമായിട്ട് പോകുന്നു. കാരണം എന്താ? മനസ്സ് അവിടെ ഊന്നുന്നില്ല. ആരിലാണ് ഊന്നേണ്ടത്? അവിടെ ചെന്ന് തറയ്ക്കുന്നില്ല, പതിക്കുന്നില്ല എന്ന്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇവിടെ പറഞ്ഞു. എന്താണ് ഫലം? ഇതൊക്കെ ചെയ്തിട്ട് ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞിട്ട് ആത്മസ്വരൂപം ദാനം ചെയ്യും. നമ്മളെല്ലാവരും തന്നെ ആത്മസ്വരൂപികളാണ് എന്നുള്ള ബോധമുണ്ടാക്കി തരുന്ന ബന്ധുവാം ശ്രീകാന്തനെ സേവനം ചെയ്തിടായിൽ. ആ ശ്രീകാന്തൻ ലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ, അവിടെയെല്ലാം തന്നെ ഈശ്വരനെ, ആ ഈശ്വരനെ നമ്മൾ സേവനം ചെയ്യുന്നില്ല എങ്കിൽ ആത്മലാഭത്തിന് വേണ്ടി ഇവിടെയും അണ്ടർലൈൻ ചെയ്യേണ്ടത് ആത്മസ്വരൂപം ദാനം ചെയ്യുന്ന ബന്ധുവായ ആത്മസ്വരൂപം ദാനം ചെയ്യുന്ന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും വിരോധമില്ല. ഇത്തരത്തിലുള്ള പൂജാദികൾ നടത്തിയാലും അല്ലെങ്കിൽ യജ്ഞാദികൾ നടത്തിയാലും പ്രഭാഷണങ്ങൾ നടത്തിയാലും നമുക്കുണ്ടാകേണ്ടത് ആത്മസ്വരൂപത്തെ ദാനം ചെയ്യുന്ന ബന്ധുവായിട്ടുള്ള സാക്ഷാത് ഈശ്വരരെ സേവിക്കുക. അത് വിട്ടിട്ട് പറ്റിയാകും വേണ്ടായ അതില്ല എന്ന്. അപ്പോൾ നമ്മൾ പലതും ചെയ്യുമ്പോഴും ശുഷ്കമായിട്ടുള്ളൊരു ചിന്താഗതിയിൽ യാന്ത്രികമായിട്ടുള്ളൊരു ഭാവത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അതെല്ലാം തന്നെ നമ്മൾക്ക് അർത്ഥവത്താകുന്നില്ല എന്ന് മാത്രം അനർത്ഥങ്ങളായിട്ട് മാറുകയാണ്. വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ എന്തു വേണം? ഒന്നുകൂടി ഉറപ്പിക്കുക. ആത്മസ്വരൂപം ദാനം ചെയ്യും ബന്ധുവാം ശ്രീകാന്തന സേവനം ചെയ്തിടണം. അത് ചെയ്തില്ല എങ്കിൽ എന്താണ് ഫലമെന്ന് ഇനി വീണ്ടും. ശ്രേയസ്സാധനങ്ങളൻ പരിധി, ശ്രേയസ്സാധനങ്ങളൻ പരിധി ആത്മാവുതാനായിടും. യഥാർത്ഥമായി ചിന്തിച്ചു നോക്കിയിടുകിൽ ഭൂതജാലത്തിനെല്ലാം ആത്മാവും പ്രിയന്താനും അസ്ഫീതകാരുണ്യശാലി ഭഗവാൻ ഹരിയല്ലോ. ഇവിടെ ഹരി വിഷ്ണു അല്ലെങ്കിൽ ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് ചൈതന്യം പകർന്നു കൊടുത്ത് സകല ജീവജാലങ്ങളുടെ ഉള്ളിലും വർദ്ധിക്കുന്നത്. അത് ചിന്തിച്ചുകൊണ്ട് ആ ഹരിയെ അല്ലെങ്കിൽ എത്തരത്തിലാണോ നമ്മൾ ചൈതന്യവത്തായിരിക്കുന്ന ആത്മസ്വരൂപത്തെ ആർജിക്കാൻ കാക്ഷിച്ചുകൊണ്ട് ബന്ധുവായിരിക്കുന്ന ആ ശ്രീകാന്തനെ ലക്ഷ്മി വല്ലഭനെ ഉപാസിക്കുന്നില്ല എങ്കിൽ എല്ലാം നിരർത്ഥകമെന്ന് പറയാം, അർത്ഥശൂന്യം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നാരദന് വളരെ ഭംഗിയായിട്ട് അത് അടിച്ചുറപ്പിക്കുകയാണ് പ്രജേതസ്സുകളുടെ മുമ്പിൽ. നമ്മൾ ചെയ്യുന്നതെല്ലാം കൊള്ള സ്തോത്രാദികൾ ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് ആ ശ്രീകാന്തനിൽ ചെന്ന് തറയ്ക്കുന്നില്ല എങ്കിൽ യാതൊരു ഗുണവുമില്ല. കാരണം എന്താ? ആത്മലാഭമാണ് ലക്ഷ്യം. ആത്മലാഭം ചിന്തിക്കുക, ആത്മലാഭം. ഈശ്വരലാഭം എന്നുകൂടി നമ്മൾ പറയും. ഈശ്വരലാഭം, ഈശ്വരനെ ലഭിക്കുക. അപ്പൊ ഈശ്വരന് ലഭിക്കുക എന്ന് പറയുമ്പോഴും ആത്മാവിന് ലഭിക്കുക എന്ന് പറയുമ്പോഴും അതിങ്ങനെ എവിടെ നിന്നോ ഇങ്ങനെ കൊണ്ടുവന്ന് തരേണ്ട ഒരു സംഗതിയാണെന്ന് ചിന്തിക്കരുത്. അത് ലഭ്യവസ്തുവാണ്. ആ പ്രയോഗം ശ്രദ്ധിക്കുക, ലഭ്യവസ്തുവാണ്. അപ്പോൾ ലഭ്യമായിട്ട് നമ്മുടെ കരതലാവലകം പോലെ ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ നമുക്ക് സ്വതവേ അത് ഇൻഹറൻ്റായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ വസ്തു ആ ഈശ്വരനെ പ്രത്യേകിച്ച് ലഭിക്കേണ്ടതില്ല എന്ന്.
അപ്പോൾ പ്രത്യേകിച്ച് അതിനെ തേടി അലഞ്ഞ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ഈശ്വരനെ കണ്ടുപിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് കൊണ്ടുപോരേണ്ട ഒരു കാര്യമൊന്നും ഇല്ല. കാരണം അത് സ്വതവേ നമ്മളിലുള്ള ഒരു വസ്തുതയാണ്, സത്യമായ പരമാർത്ഥമായ വസ്തുതയാണ്. അതിവിടെയും ഭൂതജാലത്തിനെല്ലാം ആത്മാവും പ്രിയന്താനും, അതാണ് ഈ പറയുന്ന ഈശ്വരന്റെ സ്വരൂപം. ശാകിതൻ മൂലം നനയ്ക്കുന്നതു മൂലം, നമ്മൾ ഏതെങ്കിലും മൂലം നനയ്ക്കുക, അടിത്തറ, അതായത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശാകിതൻ മൂലം നനയ്ക്കുന്നത് മൂലം ആയിത്തൽ ശാഖോപശാഖയൊക്കെ സംതൃപ്തിപ്പെടും മട്ടും പ്രാണനെ തോഷിപ്പിപ്പത് ഇന്ദ്രിയജാലത്തിന് ആനന്ദവിധാനമായി തീരുന്ന വിധത്തിലും അച്യുത ഭഗവശ്രീപാദപത്മാരാധനം നിശ്ചയമായി സമസ്താർച്ചനം അർഹിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരന്, കാരണം അതാണ് മൂലം. ഇവിടെ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ദ്വിതീയ സ്കന്ധത്തിൽ മൂലം തേടിക്കൊണ്ട് നമ്മുടെ എല്ലാം തന്നെ അടിസ്ഥാനമേത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ താമരത്തണ്ടിന്റെ ഉള്ളിലൂടെ താഴത്തേക്ക് പോയതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ സംഗതികൾ ഓർക്കേണ്ടതുണ്ട്. അവിടെ ബ്രഹ്മദേവൻ ഈ നാൻമുഖനായിട്ട് നാലുപാടും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് എന്തെന്ന് മനസ്സിലാക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അന്താളിച്ചിരിക്കുന്ന അദ്ദേഹം തന്റെ താമരപ്പൂവിന്റെ ആ തണ്ടിലൂടെ താഴത്തേക്ക് അനേകായിരം സംവത്സരക്കാലം ഇങ്ങനെ ഇറങ്ങി നടന്നില്ലേ? ഗത്യന്തരമില്ലാതെ എത്തുംപിടുത്തൊന്നും കിട്ടാതെ ആ മൂലാധാരം അല്ലെങ്കിൽ മൂലം കണ്ടുപിടിക്കാൻ സാധിക്കാൻ തിരിച്ചു പോന്നു, തപസ്സനുഷ്ഠിച്ചു. അവിടെയെല്ലാം തന്നെ മൂലം എന്താണ്? ഈശ്വരനാണ്. ജന്മാദ്യസ്യേ തന്നെയാത് ഇതരതശ്ചാദ്വേഷവിജ്ഞസ്വരാടെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന പോലെ എല്ലാത്തിനും കാരണമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന മൂലം, അത് തേടി അല്ലെങ്കിൽ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കായികമായിട്ടുള്ളൊരു അഭ്യാസം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതിനൊരു മാനസികമായിട്ടുള്ള ഒരു അഭ്യാസം വേണം, തപസ് വേണം, ധ്യാനം വേണം എന്ന് ചുരുക്കം. അപ്പൊ അവിടെയും തപസ്സിൽ ഈ ബ്രഹ്മാവ് വന്ന് അത്തരത്തിൽ ഇരിക്കാനുള്ള കാര്യമെല്ലാം തന്നെ മനസ്സിൽ കൊണ്ടുവരിക. അതാണ് മൂലം നനയ്ക്കുക. എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വളർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ് ചെയ്തു വാടും നരരു വരാ നരകം എന്ന് ഗുരുദേവൻ ആത്മോപദേശതകത്തിൽ പാടി. അവിടെ തരുകൊണ്ട് ഉദ്ദേശിച്ച് സുഷുമ്നാകാന്ഡം, സുഷുമ്നാകാന്ഡത്തിന്റെ ചുവട്ടിൽ എന്നുദ്ദേശിച്ചത് മൂലാധാരപത്മത്തിലുമാണ്. അപ്പൊ ഈ മൂലാധാരം എന്ന് പറയുന്ന അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും താഴത്തെ തട്ടിൽ ജീവൻ അവിടെ ഇരുന്നു കൊണ്ട് തപസ്സനുഷ്ഠിച്ചാലേ രക്ഷ കിട്ടൂ എന്ന്. അപ്പോൾ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ എന്ത് വേണം? മൂലാധാരത്തിൽ നിന്ന് തുടങ്ങണം. ജനേന്ദ്രിയത്തിനും ഗുദത്തിനും ഇടയ്ക്കുള്ള മൂലാധാരപത്മത്തിൽ കുടികൊള്ളുന്ന ജീവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് തപസ് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക. അവിടെയാണ് നനയ്ക്കേണ്ടത്. അപ്പൊ നനയ്ക്കുക എന്നുള്ള പ്രവൃത്തി വൃക്ഷം നനയ്ക്കുന്ന പോലെ, അതിന്റെ കടക്കൽ വെള്ളമൊഴിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കുന്ന പോലെ നമ്മളും ഈ മൂലത്തെ, അതായത് മൂലത്തെ ആരാധിക്കുക. ഒരു കാര്യവും കൂടി ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ഇന്നിപ്പോൾ കേരളക്കരയിൽ എല്ലാ കുടുംബങ്ങൾക്കും പരദേവതാ സ്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കുടുംബ ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഇടക്കാലത്ത് ഇങ്ങനെ പൊട്ടിമുളച്ചു വന്നിരിക്കുക. അപ്പൊ എല്ലാവരും ചെല്ലുമ്പോൾ പറയും, ജ്യോത്സ്യന്മാരെ നിങ്ങളുടെ കുടുംബ പരദേവതയെ നോക്കിയില്ല, മൂലം നിങ്ങൾ മറന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്, തെക്കോട്ടും വടക്കോട്ടും കടന്ന് ഓടുന്നുണ്ട്, യാതൊരു ഫലവും കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബ പരദേവതയെ ആരാധിക്കണം. ഇങ്ങനെയാണ് മൂലം കണ്ടുപിടിക്കുക. അതിന് ജ്യോത്സ്യന്മാര് പലതും പറഞ്ഞു നമ്മളെ അബദ്ധത്തിൽ ചെന്നുകൊണ്ട് ഇടുന്നുമുണ്ട്, എന്തോ ആകട്ടെ. അപ്പൊ എല്ലാ തരത്തിലും മൂലം അറിഞ്ഞ് സേവിക്കുക. ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മൂലം എന്ന് പറഞ്ഞാൽ അതാത് ദേവതയുടെ മൂലവും ശ്രദ്ധേയമാണ്. മാന്ത്രിക താന്ത്രിക വിഷയത്തില് ഇപ്പോൾ ശബരിമല ശാസ്താവ് അവിടെ അയ്യപ്പനായിട്ട് നമ്മൾ കാണുന്ന, അദ്ദേഹത്തെ പൂജിക്കാൻ ഉതകുന്ന മന്ത്രം ഏത് എന്ന് ആ മൂലം അറിഞ്ഞുകൊണ്ട് സേവിക്കണം. അത് ഇന്നിപ്പോൾ പലതും കാട് കയറിപ്പോയി, ആർക്കും ഒരു മൂലമില്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാ തരത്തിലും എന്താണ് മൂലം? ധ്യാനരൂപം. എന്താണ് പ്രതിഷ്ഠാവിഗ്രഹത്തിന് അടിസ്ഥാനമായിരിക്കുന്ന രഹസ്യം? ആ ധ്യാനരൂപത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്താണ്? ഏതൊരു മൂലം കൊണ്ടാണ് ആരാധിക്കേണ്ടത്? അന്യമന്ത്ര യജനം മഹാപാപമായിട്ട് തന്ത്രം പറയും. അപ്പോൾ എല്ലാ തരത്തിലും മൂലമറിഞ്ഞ് സേവിക്കുക ഏതൊരു മൂർത്തിയെയും. അപ്പോൾ ഉപാസനയിലും മൂലമറിഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് ദൂരവ്യാപകമായിട്ട് അർത്ഥതലങ്ങളുണ്ട്. മന്ത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മുടെ ജന്മത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ, നമ്മൾ ഈ ജീവന്റേതായിട്ടുള്ള മൂലമറിഞ്ഞുകൊണ്ട് വേണം സേവിക്കാൻ. അതാണ് പുലന്തിരോപാഖ്യാനത്തിൽ ആരാ ഞാൻ എവിടെ നിന്നാണ് വന്നത് വളരെ വ്യക്തമായിട്ടും ധരിക്കണം. മാനസരസിൽ നിന്ന് വന്നതാണ്. മാനസരസിൽ രണ്ടെണ്ണങ്ങളായിട്ട് ഞങ്ങൾ ക്രീഡിച്ചുകൊണ്ടിരുന്നു, അതിലെ ജീവഹംസമായിരുന്നു ഞാൻ തെക്കോട്ടേക്ക് ഇങ്ങനെ കടന്നു പോകുന്നതാണ്. മൂലമറിഞ്ഞു.
ആ മൂലമറിഞ്ഞ് സേവിക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു അനുഷ്ഠാനത്തിലൂടെ ഉപാസനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. അവിടെയാണ് ജീവിതം സാർത്ഥകമാകുന്ന പ്രവൃത്തി. അതാണ് സാധന. അവിടെയാണ് സാധന, ഉപാസന. അപ്പൊ ഇവിടെയും പറയുന്നു, നമ്മൾ എല്ലാവരും തന്നെ മൂലമറിഞ്ഞ് സേവിക്കണം. ഈശ്വരനാണ് മൂലം. നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനം യഥോവാ ഇമാനി ഭൂതാനി ജായന്തി പ്രയന്തി വിസംവിശന്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉപനിഷത്ത് ഘോഷിക്കുന്ന ഏതൊരു ബ്രഹ്മമാണോ ഈശ്വരനാണോ അടിസ്ഥാന തത്വം, ഏതൊന്നിലാണോ എല്ലാം ഉണ്ടായത്, ഏതൊന്നിനെ ആശ്രയിച്ചിട്ടാണോ എല്ലാം നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഏതൊന്നിലേക്കാണോ ഒടുവിൽ കടന്നു ചെല്ലുന്നത്, ഈ തത്വത്തെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ നമ്മൾ സേവിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് ഭാഗവത്തിൽ സത്യം പരം ധീമഹി എന്നുള്ള ആദ്യത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. ചതുർബാഹു സ്വരൂപനായിട്ടുള്ള വിഷ്ണു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അഷ്ടഭുജങ്ങളോട് കൂടിയിട്ടുള്ള മറ്റൊരു ദേവത എന്ന് പറഞ്ഞില്ല. അപ്പൊ അത്തരത്തിൽ യാതൊന്നും പറയാതെ പരമസത്യമായിരിക്കുന്ന ജന്മാദികൾക്ക് കാരണമായിരിക്കുന്ന തത്വത്തെ, ആ സത്യത്തെ, ആ മൂലത്തെ ധ്യാനിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതാണ് മൂലം. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായിട്ട് ഒടുവിൽ പറഞ്ഞു കൊടുക്കുകയാണ്. മോക്ഷത്തിന് എന്ത് വേണം? മൂലത്തെ അറിയണം. ഞാൻ ആര് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷമായി. പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട് നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനായതിനു ശേഷം അദ്ദേഹത്തോട് ഈ ഗുരുനാഥൻ തന്നെ, അത് ശ്രീരാമകൃഷ്ണ പറഞ്ഞു, നിന്നെപ്പറ്റി അറിയുമ്പോൾ നിനക്ക് ഇവിടുന്ന് പോകാം. നിനക്ക് നീ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് പോകാം. അത് താത്വികമായിട്ട് കൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മൾ ആരെയെന്ന് അറിഞ്ഞാൽ പിന്നെ ഈ യാതൊരു ജോലി ഈ പ്രപഞ്ചത്തിലില്ല. ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് അറിയേണ്ടത് അതാണ്. അപ്പൊ നമ്മൾ സാധന, ഉപാസന എന്ന് പറയുന്ന ഓരോരോ പ്രവൃത്തികളിലൂടെ നമ്മൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ ഉപേക്ഷിക്കാം. അവിടെയാണ് മരണം എന്ന് പറയുന്നത് സംഭവിക്കേണ്ടത്. സമാധി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ശരീരത്തെ ത്യജിക്കലുമെല്ലാം തന്നെ അപ്പോൾ സംഭവിച്ചിരിക്കണം. കാരണം എന്തായിരിക്കും? ഇനി അറിയാനൊന്നുമില്ല. ഞാനാര് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ലക്ഷ്യം ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആര് എന്ന് കഴിഞ്ഞാൽ അത് മോക്ഷമാണ്. ഞാൻ ആര് എന്ന് അറിഞ്ഞാൽ പിന്നെ അതിനപ്പുറം അറിയാൻ യാതൊന്നുമില്ല. ഹുവാമായി. അപ്പൊ അത്തരത്തിലുള്ളൊരവസ്ഥയും മൂലാന്വേഷണത്തിലുണ്ട്. സുരനിൽ നിന്ന് വർഷകാലത്ത് ഭവിക്കുന്നു നീര്, അതുപോലെ തന്നെ അവനിൽ തച്ചേരുന്നു വേനലിങ്കൽ ധരയിൽ ഉത്ഭവിക്കുന്നു, നിലനിന്ന് അഴിയുന്നു ചരാചരങ്ങളാകും സകല ഭൂതങ്ങളും. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഏതിൽ നിന്നാണോ എല്ലാം ഉണ്ടായത് അതിനകത്തേക്ക് തന്നെ എല്ലാം ചെന്ന് ലയിക്കുന്നു. ഇതിൽ നിന്ന് മൂലം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാകണം. അതുപോലെ ഒരു കാലത്ത് കാണും ഈ വിശ്വം ദിനേശന്റെ കരം പോൽ, ലോകാത്മാവിൽ പരമം സ്ഥാനമത്രേ ജാഗ്രത്തിൽ പ്രവർത്തിക്കും. അസുക്കൾ സുഷുപ്തിയിൽ ശക്തിയില്ലാത്ത മട്ടിലിരിക്കുന്നത് പോലെ വിഷ്ടപാത്മാവാം ഈശൻ തങ്കലും പ്രളയത്തിൽ നഷ്ടമാം ദ്രവ്യക്രിയാ ദേവതാ ഭേദപ്രമം. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ മൂലത്തെ അറിയുക. ഇതാണ് നാരദന്റെ ഉപദേശം. മൂലത്തെ അറിയുക. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആര് എന്നും, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആരാ? നമ്മളെല്ലാവരും ആത്മസ്വരൂപന്മാര്. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ ആത്മസ്വരൂപം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള യഥാർത്ഥ സ്വരൂപം പ്രദാനം ചെയ്യുന്ന ആ ഈശ്വരനെ തന്നെ സേവിക്കലാണ് നമ്മുടെ കർത്തവ്യം. അതാണ് നമ്മുടെ ധർമ്മം. ഇതെല്ലാം തന്നെ പ്രജേതസ്സുകൾക്ക്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഉദാത്തമായിട്ടുള്ളൊരു ഭാവം നമ്മൾ ആർജിക്കുകയാണ്. എന്നിട്ടോ അതിനാൽ സർവദേഹികൾക്കും ഏകാത്മാവായി പ്രധാനമായി, കാലാകൃതിയായി, കർത്താവായി, സകല നിയന്താവായി, സ്വന്ത തേജസാൽ ഗുണപ്രകര പ്രഭാവത്തെ ധരിച്ചിരിക്കും ശ്രീകാന്ത ഭഗവാനെ ഏകാന്ത ഭക്തിയോടും. നോക്കണേ, ഭൂകാന്താത്മജന്മാരെ, അല്ലയോ സന്തതികളെ, രാജകുമാരൻ, നിങ്ങൾ ഈ ശ്രീകാന്തൻ എന്ന് പറയുന്ന സാക്ഷാൽ വിഷ്ണുവിനെ തന്നെ ശുദ്ധമായി ഭജിക്കുവിൻ. അപ്പൊ ഈ മോക്ഷത്തിന്റെ പ്രകരണം എന്ന് പറയുന്ന ഒടുവിലത്തെ ഈ കഥാകോളം മുഴുവൻ നമ്മൾ വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടാൻ എന്താ മാർഗം? നമ്മുടെ മൂലത്തിലേക്ക് കടക്കുക, ആത്മഭാവത്തിലേക്ക് കടക്കുക. കൃഷ്ണാവതാരം വരുമ്പോൾ, ഭാഗവതത്തിൽ 4-ാമത്തെ ദിവസം കൃഷ്ണാവതാരം വരുമ്പോൾ അതിന് സത്വാപത്തി എന്ന് പറയുന്ന ലക്ഷണമെല്ലാം തന്നെ പറഞ്ഞിട്ട് ഈ സോപാനങ്ങളിൽ 4-ാമത്തെ സത്വാപത്തി, അതിന് അർത്ഥം പറയുന്നത് ആത്മലാഭം എന്നാണ്. ഭഗവാന്റെ അവതാരത്തെ പറ്റി പറയുന്നത് ആത്മലാഭം. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിക്കുന്ന 4-ാമത്തെ ദിവസം സത്വാപത്തി എന്നുള്ള പ്രയോഗത്തിലൂടെ ആത്മലാഭത്തെയാണ് പറയുന്നത്. അവനവൻ ഉപാസന നടത്തിയിട്ട് ഇതര അവതാര സ്വരൂപങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കി ഒടുവിൽ 4-ാമത്തെ ദിവസം വൈകുന്നേരം നമുക്ക് കിട്ടുന്നത് ആത്മലാഭം. ആത്മാവാണ് നമ്മൾ, ആത്മാവ് തന്നെയാണ് നമ്മൾ. ആ ആത്മാവാണ് കൃഷ്ണൻ. സ്വാത്മാവായിരിക്കുന്ന ആത്മാവ്, സ്വത്മസ്വരൂപൻ. അഥവാ ഈ പറയുന്ന കൃഷ്ണനെ നമ്മൾ പറയുന്നത് എന്താ? അയമാത്മാ ബ്രഹ്മ. അയമാത്മാ ബ്രഹ്മ എന്നും സ്വത്മസ്വരൂപൻ എന്നും എല്ലാം തന്നെ പറയുന്ന ആത്മസ്വരൂപനായിട്ടുള്ള കൃഷ്ണനെ നമുക്ക് ലഭിക്കുന്ന 4-ാമത്തെ ദിവസം
അദ്ദേഹമാണ് വാസ്തവത്തിൽ ആരാധിക്കപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ ആത്മാവിനെ തന്നെ ആരാധിക്കുക. പൂജയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ദേഹശുദ്ധികളെല്ലാം തന്നെ ചെയ്തിട്ട് ഒരു ആത്മാരാധന എന്ന് പറയുന്നൊരു പ്രവൃത്തി, പൂവെടുത്ത് ചൂടും, ചന്ദനം നമ്മൾ നെഞ്ചിലും മറ്റുമൊക്കെ ഇങ്ങനെ ചാർത്തും. അപ്പോൾ ആത്മാരാധന എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങുകയാണെന്ന് ഈ ആത്മാരാധന. ഈ ആത്മാവാണ് അടിസ്ഥാനം. ഞാൻ ആത്മസ്വരൂപനാണെന്നും എല്ലാം ആത്മസ്വരൂപങ്ങളാണെന്നും എല്ലായിടത്തും ആത്മാവ് മാത്രമാണെന്നും ആ ആത്മാവാണ് ഈശ്വരനെന്നും അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള മൂലമെന്നും എല്ലാം ധരിച്ചു കഴിഞ്ഞാൽ, ആ ബോധം നമ്മളിലേക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ട് യാതൊന്നുള്ള അതാണ് മുക്തി എന്നുകൂടി ഇവിടെ വളരെ വ്യക്തമാക്കുകയാണ്. അർത്ഥപുത്രാദ്യാശയും ഭോഗവാസനകളും, അർത്ഥപുത്രാദ്യാശകളും, പണം വേണം, കുട്ടി വേണം, അങ്ങനെയുള്ള ഈ പറഞ്ഞ ഏഷണത്രയങ്ങൾ, അതിൽ ഭോഗവാസനകൾ, ഇതെല്ലാം തന്നെ അസ്തമായി വിശുദ്ധമാം സജ്ജനഹൃത്തിൽ നിന്നും അക്ഷയമായ ഭക്തിയോഗത്താൽ ഉപഭൂതനക്ഷരൻ അധോക്ഷജൻ ഹൃദയാകാശമട്ടിൽ സ്വജനവശംവദനായി എത്തി കുടികൊള്ളും അതിശ്രം പിന്നെ ഒരു കാലവും പിരിയാതെ. ഇങ്ങനെ ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ ആ മൂലമെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സേവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അറിയേണ്ടതായിട്ട് മറ്റ് യാതൊന്നുമില്ലായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ അവസാനത്തെ 30-31 അധ്യായങ്ങളിലൂടെ ഇട്ടുതരുന്ന പ്രചേതസ്സുകൾ ധ്യാനനിരതരായി വെള്ളത്തിൽ മുങ്ങിക്കടന്നുകൊണ്ട് ആ രുദ്രഗീതമെല്ലാം തന്നെ ജപിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അതെല്ലാം തന്നെ കഴിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകളോടുകൂടിയാണ് അവർ ഇങ്ങനെ സ്വതന്ത്രരായി സ്വസ്ഥരായിട്ടിരിക്കുന്ന. അപ്പോഴാണ് ഈ പറയുന്ന നാരദൻ വന്നിട്ട് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയസ്ഥനായിരിക്കുന്ന ആ മൂലമായിരിക്കുന്ന ശ്രീകാന്തനായിരിക്കുന്ന സാക്ഷാൽ ഈശ്വരനെ ഉപാസിക്കുക. അതാണ് അടിസ്ഥാനം. അതിലാണ് നമ്മുടെ ഉറപ്പ് വേണ്ടത്. അതിലൂടെ നമുക്ക് എല്ലാ നേട്ടങ്ങളും കൈവരിക്കാം. എന്നിട്ടോ സ്വയമേ പൂർണ്ണനായി ഭക്താധീനനീ ദേവൻ നിയതം തന്നെ സേവിച്ചിടുന്ന ലക്ഷ്മിയെയും അവളെ ഭജിക്കുന്ന നരപാലന്മാരെയും ദിവിഷഗണത്തെയും ആദരിച്ചിടുന്നില്ല ഉപകാരത്തിൻ സ്മൃതിയുള്ളവൻ ഈ ദേവനെ ഉപേക്ഷിക്കുവാൻ സാധിച്ചിടുകയില്ല നൂനം. അപ്പൊ ഹരിയിൽ തന്നെ ഹരിസൽക്കഥ അല്ലെങ്കിൽ ഹരിയിൽ സ്മരണ, ഹരിസ്മരണം അല്ലെങ്കിൽ ഹരിയെ തന്നെ ശരണം, ഇതെല്ലാം തന്നെ പ്രാപിച്ചുകൊണ്ട് ഹരി എന്ന് പറയുന്നത് ആര് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ അതിലൂടെ കിട്ടുന്നതാണ് മുക്തി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മുക്തി. മോക്ഷം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കാട് കയറിപ്പോകുന്ന പ്രവണത അതെല്ലാം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുരഞ്ജനോപാഖ്യാനം. കർമ്മങ്ങളൊക്കെ ചെയ്ത് കർമ്മങ്ങൾ സമ്പാദിച്ച് അതിൽ തന്നെ ഊരാക്കുടിക്കൽപ്പെട്ട് വീണ്ടും സംസാരത്തിൽ ഉഴലുന്നൊരവസ്ഥയിലേക്ക് വരാതെ അതിൽ നിന്ന് മുക്തി കിട്ടണമെന്ന് പുരഞ്ജനോപാഖ്യാനത്തിലൂടെ പറഞ്ഞു പഠിപ്പിച്ച് പ്രാചീന ബർഹിസിന്റെ സന്തതികളായിട്ടുള്ള പ്രചേതസ്സുകൾക്ക് വേണ്ട ഉപദേശം കൊടുത്തു. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിസ്തരം സ്വയംഭൂമനുവിൻ പുത്രനാകും ഉത്താനപാതൻ തന്റെ വംശവും ചൊന്നേൻ ക്രമാൽ. ഇനി ഞാൻ പ്രിയവ്രത വംശത്തെ പറയുന്നു, മനസ്സിരുത്തി കേട്ടുകൊള്ളുക ധരാപതേ. എല്ലാ കഥകളും ചില കഥാപാത്രങ്ങളോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. തൃതീയ സ്കന്ധത്തിൽ വരാഹാവതാരം കഴിഞ്ഞ് നമ്മൾ കേട്ടതായിട്ടുള്ള കപിലന്റെ അവതാരം, അത് കർദമ പ്രജാപതി വിവാഹം കഴിച്ച ദേവഹൂതിയുടെ കഥയാണ്. സ്വയംഭനുവിന്റെ സന്തതികളെ പറ്റിയാണ് എല്ലാ കഥാഗോളങ്ങളും വരുന്നത്. പക്ഷേ ചതുർത്ഥ സ്കന്ധത്തിലേക്ക് വന്നപ്പോൾ ഈ മനുവിന്റെ സ്വയംഭുമനുവിന്റെ ദക്ഷായിനി എന്ന് പറയുന്ന സതിയുടെ കഥ, അല്ലെങ്കിൽ ശിവപെരുമാളുമായിട്ട് വേളി കഴിച്ച് അദ്ദേഹത്തിന്റെ കഥയെല്ലാം തന്നെ അവതരിപ്പിച്ചു. ധർമ്മത്തിന്റെ പ്രകരണമായിട്ടാണ്. പിന്നാലെ ഉത്താനപാദന്റെ സന്തതിയായിരിക്കുന്ന ധ്രുവന്റെ കഥയും എല്ലാം തന്നെ പറഞ്ഞിട്ട് മുന്നോട്ടിങ്ങനെ പോവുകയാണ്. അങ്കന്റെ, വേനന്റെ ഇങ്ങനെയുള്ള കഥകളെല്ലാം തന്നെ പറഞ്ഞ് പൃഥുവിന്റെ കഥ, ഇതെല്ലാം തന്നെ ആ വംശത്തിൽപ്പെട്ട കഥകളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് മോക്ഷപ്രകരണത്തോട് കഴിഞ്ഞിട്ട് ഇനി കടക്കുന്ന പഞ്ചമസ്കന്ധത്തിനൊരു ആമുഖം കുറിക്കുകയാണ്. വിസ്തരം സ്വയംഭൂമനുവിൻ പുത്രനാകും ഉത്താനപാദം തന്റെ വംശവും ചൊന്നേൻ ക്രമാൽ. ഇനി ഞാൻ പ്രിയവ്രത വംശത്തെ പറയുന്നു, മനസ്സിരുത്തി കേട്ടുകൊള്ളുക ധരാപതേ. അഞ്ചാമത്തെ സ്കന്ധത്തിന് ഒരാമുഖം കുറിച്ചു. ഒന്നുകൂടി നമ്മൾ ഇരുത്തി ചിന്തിക്കുക. എന്തിനാണ് ഈ ചതുർത്ഥ സ്കന്ധത്തിൽ 4 പ്രകരണങ്ങൾ, 4 കഥാഗോളങ്ങൾ പ്രധാനമായിട്ട് വിട്ടത്? നമ്മൾ ധർമ്മത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒടുവിൽ മതി. ധർമ്മത്തിൽ തന്നെ നമ്മൾ നിഷ്ഠയോടുകൂടി വർത്തിക്കണമെന്നും ധർമാനുഷ്ഠാനമെല്ലാം തന്നെ ആവശ്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യത്തെ കഥാഗോളം. കർമ്മം ധർമ്മമായിരിക്കണം, വെറും കർമ്മമാകരുത്, വെറും കുറേ പ്രവൃത്തികൾ മാത്രമായിട്ട് അവശേഷിക്കരുത്. അങ്ങനെ ധർമാനുഷ്ഠാനങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് അർത്ഥത്തെ സംബന്ധിച്ചും കാമത്തെ സംബന്ധിച്ചും 2 കഥാഗോളങ്ങൾ കൊണ്ടുവന്നിട്ടു. അവിടെയും നിങ്ങൾ കണ്ടില്ലേ, വെറും അർത്ഥത്തിന്റെ പിന്നാലെയുള്ള പരക്കപ്പാച്ചിലല്ല, വെറും കാമത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഓടി അങ്ങനെ വാഞ്ഞ് നടക്കുന്ന രീതിയല്ല. അതെല്ലാം തന്നെ വിട്ടിട്ട് എന്താ ലക്ഷ്യം? മോക്ഷത്തിനുതകുന്ന രീതിയിലുള്ള അർത്ഥകാമങ്ങളാണ്, മോക്ഷത്തിനുതകുന്ന ധർമ്മമാണ്.
അപ്പൊ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ മോക്ഷമല്ലാതെ മറ്റ് യാതൊരു ലക്ഷ്യവുമില്ല. അർത്ഥം വേണം, പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പണം പിശാചായിട്ട് ധൃതരാഷ്ട്രയെ പോലെ അന്ധനായിരിക്കുന്ന മൊട്ടക്കണ്ണൻ കൗരവരുടെ അച്ഛനായിരിക്കുന്ന അയാളെ പോലെ ആകാനല്ല ഭാഗവതം പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നത്. ധ്രുവനെ പോലെ ആകണം, പൃഥുവിനെ പോലെ ആകണം. അപ്പൊ ധ്രുവനും പൃഥുവും എല്ലാം തന്നെ അർത്ഥകാമങ്ങളുടെ പ്രതീകമാണ് എന്ന് ഏതുപോലെ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രനെ പോലെ പറയാൻ പറ്റുമോ? പാണ്ഡുവിനെ പോലെ പറയാൻ പറ്റുമോ? പാണ്ഡു കാമത്തിന്റെ ആർത്തി പൂണ്ട അവസാനം ആ കാര്യം കൊണ്ട്, ആ കാരണം കൊണ്ട് തന്നെ മരിക്കേണ്ടി വന്നു. ആ കഥാപാത്രമാണോ പൃഥു? അല്ല. അതുപോലെ തന്നെ ധൃതരാഷ്ട്രൻ പോലെ രാജ്യമെല്ലാം തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാണ്ഡവന്മാർക്ക് കൊടുക്കാതെ അർത്ഥത്തിന്റെ പണം പിശാചായിട്ട് വെക്കുന്ന ധൃതരാഷ്ട്രനെ പോലെ ആണോ ധ്രുവൻ? കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ മഹാഭാരത കഥാപാത്രങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അർത്ഥകാമങ്ങളുടെ പ്രതീകമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ. വേദവ്യാസ സന്തതികളെയും എല്ലാം തന്നെ നമ്മളിങ്ങനെ കണ്ടു പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന മുഴുവൻ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം ഈശ്വരപദപ്രാപ്തിയെന്നോ കൈവല്യമെന്നോ മോക്ഷമെന്നോ പറയുന്ന ആ സ്ഥിതിവിശേഷം ആർജിക്കലാണ്. അതിനെന്താ വിദ്യ? നമ്മൾ ആത്മസ്വരൂപന്മാരാണ്, ആത്മാവ് തന്നെയാണ്. ആത്മാവല്ലാതെ മറ്റാ ഒന്നുമല്ല. ഞാൻ ശരീരമല്ല, ഞാൻ ദേഹം എന്ന് പറയുന്നതല്ല, ഞാൻ ദേഹിയാണ്, ഞാൻ അറിവാണ്, ഞാൻ ആത്മാവാണ് എന്ന് പറയുന്ന സത്യാവസ്ഥയെ കണ്ടുപിടിച്ചാൽ ഒടുവിലത്തെ കഥയിലേക്ക് വരുമ്പോൾ പുരത്തെ ജനിപ്പിച്ച പുരഞ്ജനൻ ആണായിട്ട് ജീവിച്ചു, പെണ്ണായിട്ട് ജീവിച്ചു, അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ കടന്ന് അങ്ങനെ പോയി, അങ്ങനെ ശരീരത്തെ കൊണ്ടു നടന്നു. ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്നത് ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ആത്മസ്വരൂപം ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണമെന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ആത്മസ്വരൂപത്തിലേക്ക് എത്താൻ പ്രിയവ്രതന്റെ കഥ എങ്ങനെ ഉപകരിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്താ? ഉത്താനപാദൻ തന്റെ വംശവും ചൊന്നേൻ ക്രമാൽ ഇനി ഞാൻ പ്രിയവ്രത വംശത്തെ പറയുന്നു മനസ്സിരുത്തി കേട്ടുകൊള്ളുക ധരാപതേ. പേരുകളെല്ലാം തന്നെ അന്വർത്ഥമാണ്. പലവട്ടം നമ്മൾ പറയുന്നത് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉത്താനപാദൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ തലകിഴക്കണാന്തൂക്കായിട്ടുള്ളൊരവസ്ഥ. തലകിഴക്കണാന്തൂക്ക് എന്ന് പറയുമ്പോൾ അധോമുഖമാണ്, അന്തർമുഖമല്ല. അപ്പൊ ഈ അധോമുഖമായിരിക്കുന്ന അവസ്ഥ നശിച്ച, എപ്പോഴും വൃത്തികെട്ട രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചികന്റെ കഥയാണ്. അപ്പൊ ഉത്താനപാദൻ എന്ന് പറയുന്ന അധോമുഖൻ അതാകരുത് എന്നും പ്രിയവ്രതൻ ആകണമെന്നുള്ളൊരു നിർദ്ദേശം ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രിയവ്രതൻ എന്ന് പറഞ്ഞാൽ വ്രതത്തിൽ പ്രിയമുള്ളവൻ. അവിടെ ഈ കർമ്മഠനായിരിക്കുന്ന പുരഞ്ജനെ പോലെ അല്ല താനും. ആ കമ്പാരിസൺ നമ്മൾ നടത്തേണ്ടതുണ്ട്. പുരഞ്ജനൻ നമ്മളിവിടെ കണ്ടു. പുരഞ്ജനൻ എന്ന് പറയുമ്പോൾ പുരത്തെ ജനിപ്പിച്ച പ്രാചീന ബർഹിസിനെ പറഞ്ഞു കൊടുക്കുന്ന കഥാകോളത്തില് പ്രാചീന ബർഹിസിനെ പോലുള്ളൊരു വ്യക്തിയല്ല നമ്മൾ കാണാനിരിക്കുന്ന സ്വയംഭൂമനുവിന്റെ സന്തതിയായിരിക്കുന്ന പ്രിയവ്രതൻ. അത് വ്രതത്തിൽ പ്രിയമുള്ളവരെന്ന് പറയുമ്പോൾ സദാസമയവും വ്രതാനുഷ്ഠാനങ്ങൾ, ഷഷ്ടി നോക്കി, ഏകാദശി നോക്കി, അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി, പ്രദോഷം നോക്കി, ഓരോരോ കാര്യങ്ങൾ നോക്കി അതിൽ തന്നെ ചിന്ത വച്ച് പുലർത്തിക്കൊണ്ട് കാട് കയറി പോകുന്നൊരു വ്യക്തി എന്ന് ചിന്തിക്കരുത്. അത് നമുക്ക് ആ പഞ്ചമസ്കന്ധം വരുമ്പോൾ വ്യക്തമാകും. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ഈ കഥാപാത്രങ്ങളെയെല്ലാം തന്നെ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന്. സാദരം പ്രിയവ്രതൻ ദേവമാമുനിയിൽ നിന്ന് ആദിയിൽ ആത്മതത്വം ഗ്രഹിച്ചു മഹി കാത്തു. ഇനി പ്രിയവ്രതന്റെ പ്രത്യേകത, ഈ ദേവമാമുനി ഇതേ നാരദൻ. അപ്പൊ നാരദൻ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓടി നടക്കുന്നത് വേണ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ആത്മബോധം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കണ്ടില്ലേ നിങ്ങൾ ധ്രുവനെ? കണ്ടില്ലേ നിങ്ങൾ ഈ പറയുന്നതിന് കാണാനിരിക്കുന്നതേ ഉള്ളൂ മറ്റൊരു കഥാപാത്രത്തെ, പ്രഹ്ലാദകുമാരൻ 7ാമത്തെ സ്കന്ധത്തിൽ. അവിടെയെല്ലാം തന്നെ നാരദന്റെ റോൾ, നാരദൻ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ കഥാപാത്രങ്ങളിൽ. അവരെ വാർത്തെടുക്കാനും വളർത്തിയെടുക്കാനും ലക്ഷ്യത്തെ അങ്ങനെ പ്രാപിക്കാനും ഒക്കെ എങ്ങനെയാണ് ഇദ്ദേഹം കൊണ്ടു നടക്കുന്നത് എന്ന് കാണാം. അതേപോലെ ഇവിടെയും സാദരം പ്രിയവ്രതൻ ദേവമാമുനിയിൽ നിന്ന് ആദിയിൽ ആത്മതത്വം ഗ്രഹിച്ചു മഹികാത്തു. അവിടെയും രാജാക്കന്മാര് ആത്മതത്വം ഗ്രഹിച്ചിട്ടുള്ളവരാണ്. നമുക്ക് ഇന്ന് പറ്റിയിരിക്കുന്നത് വിദ്യയില്ല, അവിദ്യയാണുള്ളത്. വിദ്യ എന്ന് പറയുമ്പോൾ ആത്മതത്വം ഗ്രഹിച്ച അവസ്ഥയാണ്. ആത്മതത്വം ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം. ആത്മാവിനെ വാസ്തവത്തിൽ സത്യത്വമുള്ളൂ, നിത്യത്വമുള്ളൂ. അപ്പോൾ നിത്യമായിട്ടുള്ള സത്യമായിട്ടുള്ള ആത്മാവിനെ പറ്റിയുള്ള ബോധം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ രാജശ്രേഷ്ഠൻ. പ്രിയവ്രതൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ സ്വപുത്രന്മാർക്കായത് പകുത്തു കൊടുത്ത് തപസാൽ പ്രാപിച്ചു ഭഗവത് പദം അന്ത്യം. ഒടുവില് തപസ്സുകൊണ്ട് ഈശ്വരപദപ്രാപ്തിയും അദ്ദേഹം നേടിയെന്ന്. അപ്പൊ ഏതൊരു കഥാപാത്രത്തെ നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളൂ, രാജാക്കന്മാരായിരിക്കും, ക്ഷത്രിയന്മാരോ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരോ ആരായാലും ഈ പറയുന്ന പുണ്യപുരാണ കഥാപാത്രങ്ങളെല്ലാം തന്നെ
അന്ത്യം അവസാന കാലത്ത് ഈ പറയുന്ന കൂട്ടിൽ ബ്രഹ്മപദപ്രാപ്തി എന്നോ ആത്മപ്രാപ്തി എന്നോ അല്ലെങ്കിൽ ഈശ്വരപദപ്രാപ്തി എന്നോ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. സാദരം പ്രിയവ്രതൻ ദേവമാമുനിയിൽ നിന്ന് ആദിയിൽ ആത്മതത്വം ഗ്രഹിച്ചു മഹി കാത്തു സമുദ്രന്മാർക്കായതമകുത്തു കൊടുത്തത് തപസാൽ പ്രാപിച്ചത് ഭഗവത് പദം അന്ത്യം. നമ്മുടെ ഈ ലക്ഷ്യമത അന്തേ നാരായണ സ്മൃതി എന്ന് ഭാഗവത് ഉദ്ഘോഷിച്ചു. അതേ രീതിയിൽ അന്തേ നാരായണ സ്മൃതി വെച്ച വെറും സ്മൃതിയല്ല, ആ സ്മൃതിയിൽ തന്നെ ലയിച്ചുകൊണ്ടുള്ള ശരിക്കും ആത്മഭാവത്തെ ആർജിച്ചുകൊണ്ടുള്ള മോക്ഷം തന്നെയാണ് അന്തേ നാരായണ സ്മൃതി. വെറുതെ നാരായണ നാരായണ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വാചികമായിട്ടുള്ളൊരു കസരത്ത് അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള ഒരു അധര വ്യായാമം എന്നുള്ള രീതിയിലാകരുത്. അവിടെയും അന്തേ നാരായണ സ്മൃതി എന്ന് വെച്ചാൽ സ്മൃതിയിൽ തന്നെ മൃതി, ആ സ്മൃതിയിലാണ് മൃതി. അത് ഓർത്തുകൊണ്ട് അതിൽ തന്നെ ലയിച്ചുകൊണ്ടുള്ള മരണം. ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തോടുകൂടി അതിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള ആ അവസ്ഥ. നിജനില തെറ്റാതെ എന്ന് എവിടെയോ ഒരു കീർത്തനത്തിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. നിജനില തെറ്റാതെ. ആ നിജനില എന്ന് പറയുമ്പോൾ ദേഹം നിജമല്ല, ദേഹി എന്നൊന്നുണ്ട് ഈ ദേഹത്തിൽ എന്ന് അറിഞ്ഞാട് പാമ്പേ എന്ന് കുണ്ടലിനിപ്പാട്ടിൽ. ദേഹം നിജമല്ല, അപ്പോൾ ശരീരം നിജമല്ല എന്നും അതിലുള്ള ദേഹിയാണ് നിജമെന്നും പറയുന്ന നിജനില നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ആരും തന്നെ ശരീരമല്ല. നാളും പേരും അത്തരത്തിൽ കറുപ്പും വെളുപ്പും ഉച്ചനീചത്വങ്ങളും അത്തരത്തിലുള്ള ഓരോരോ സംഗതികൾ അലട്ടുന്ന രീതിയിലേക്ക് പോയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ബാധ അത് ഒഴിവാക്കി കഴിയുമ്പോൾ ഇവിടെയും തപസാൽ പ്രാപിച്ചതു ഭഗവത് പദമന്ത്യം. എന്താ കാരണം? ആദിയിൽ ആത്മതത്വം ഗ്രഹിച്ചു. ഞാൻ പറയുമ്പോൾ അതൊരു വിമർശനമായിട്ട് ആർക്കും തോന്നരുത്. നമ്മൾ ആചാര്യന്മാരാരും തന്നെ ആത്മതത്വം ഗ്രഹിക്കുന്നില്ല, അഥവാ ആത്മീയമായിട്ടൊരു സാധനയിലേക്ക് വരുന്നില്ല. ചെറുപ്പകാലത്ത് 14-15 വയസ്സുള്ളപ്പോൾ ഞാനും മന്ത്രതന്ത്രാദികൾ ഇങ്ങനെ ഗ്രഹിച്ച് പഠിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി. അന്നൊക്കെ വാസ്തവത്തിൽ പ്രയോഗത്തിന് വേണ്ടിയിട്ട് അത് ചെയ്താൽ അത്, ഇത് ചെയ്താൽ ഇത് എന്ന് പറയുന്ന രീതിയിൽ ഓരോരോ മന്ത്രങ്ങളെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് സ്വാർത്ഥലാഭത്തോടു കൂടി അല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്മാർ പറയുന്ന ക്രിയകളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു പോന്നപ്പോൾ സത്യത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രം എന്ന് ഗ്രഹിച്ചു പോയി. ഇതെല്ലാം സാധാരണക്കാർക്ക് പറ്റുന്നൊരവസ്ഥ ചെറുപ്പകാലത്ത് നമുക്കും വരും. നേരെ മറിച്ച് അതെല്ലാം തന്നെ വിട്ടിട്ട് എന്തിനാണ് ഇതെല്ലാം പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പഠിച്ചതെല്ലാം തന്നെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാത്മതത്വമാണ്. ശരീരമല്ല, ആത്മാവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായിട്ടും ധരിച്ചു കഴിഞ്ഞാൽ മന്ത്രം, ആ മന്ത്രജപവും ധ്യാനവും യോഗവും ഇതെല്ലാം തന്നെ നമുക്ക് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. ശിവനെ സാധിച്ചില്ലേ പാർവതീദേവി? സാധിക്കായി എന്ന് പറഞ്ഞാൽ സാധിച്ചെടുത്തില്ലേ? ശിവനെ പ്രാപിച്ചില്ലേ? അഥവാ യോഗാവസ്ഥയെ നമ്മൾ നേടിയില്ലേ? നമശിവായ മന്ത്രം. ഈ നമശിവായ മന്ത്രം കൊണ്ട് എപ്രകാരമാണ് ഒരു യോഗിനിയായിട്ട് അമ്മ മാറിയത്? ഇത് നമുക്കൊരു മാതൃകയാണ്. നമ്മളെല്ലാവരും അത്തരത്തിൽ മാറാൻ വിധിക്കപ്പെട്ടവരാണ്. മാറിയേ മതിയാവൂ. അത് വിട്ടിട്ട് ഇങ്ങനെ പൂജ, പുഷ്പാഞ്ജലി, അത് ഇത്, ദക്ഷിണ വാങ്ങുക, പോക്കറ്റ് വീർപ്പിക്കുക, അക്കൗണ്ടിൽ ഇങ്ങനെ 2 വാരം ഇട്ട് ഇങ്ങനെ സമ്പാദിക്കുക എന്നുള്ള മട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ തികച്ചും പ്രാകൃതന്മാരാണ്. അങ്ങനെ പ്രാപഞ്ചികന്മാരും പ്രാകൃതന്മാരും ആകാനല്ല മന്ത്രവും തന്ത്രവും പ്രത്യേക യജ്ഞം ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ആത്മലാഭത്തിന് വേണ്ടി മറക്കാതിരിക്കുക. അതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രകരണം. ശുദ്ധമാം ഹരികഥ മൈത്രേയ മുനിയേവം വിസ്തരിച്ചോതി അത് സശ്രദ്ധങ്ങൾക്ക് മൂലം വർദ്ധിച്ചു വന്ന ഭക്തിപ്രഭാവം കൊണ്ട് ബാഷ്പവ്യാപ്തിയാൽ സമാകുലധീയാർന്ന വഴി പോലെ ഹരിപാദാംഭോലം ഹൃദയത്തിലും മുനിചരണം മൂർധാവിലും വിതുരർ ധരിച്ചതു. വിതരും കഥകളെല്ലാം തന്നെ കേട്ട് ഇന്ന് തിരിച്ചു പോകാൻ പോവുക. തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച വിതരരാണ് ഇടയ്ക്ക് വെച്ച് ഉദ്ധവരിൽ നിന്ന് ഭഗവാന്റെ യശോധാമഗമനം അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അന്ത്യം ഇതെല്ലാം തന്നെ കേട്ടത്. ഏതായാലും അതെല്ലാം തന്നെ കഴിഞ്ഞു. ഇങ്ങനെ വിതരരിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഗ്രഹിച്ച് തിരിച്ചു പോകാൻ പോവാം. അങ്ങനെ തിരിച്ചു ചെന്നിട്ടാണ് പ്രഥമസ്കന്ധത്തിൽ ആ വിതരര് ഗാന്ധാരിയോടൊപ്പം മറ്റുള്ളവരോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് മഹാപ്രസ്ഥാനത്തിൽ അവസാനം ശരീരത്തെ ത്യജിച്ചത്. അങ്ങനെയുള്ള വിതരനും മൈത്രേയനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ രംഗത്താണ് വാസ്തവത്തിൽ പ്രചേതസ്സുകളുടെ സന്തതിയായിട്ട് ദക്ഷൻ ജനിക്കുന്ന കാര്യവും കൂടി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ആ ദക്ഷ പ്രജാപതി പ്രചേതസ്സുകളുടെ സന്തതിയായിട്ട് ജലത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടന്നുകൊണ്ട് തപസ്സനുഷ്ഠിച്ച് പൊങ്ങിപ്പോന്നപ്പോൾ ഭൂരഹം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വൃക്ഷങ്ങളെ കൊണ്ട് ഈ ഭൂമി മുഴുവൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടു പൃച്ഛന്മാരായി. അഗ്നിയെയും അതുപോലെ വായുവിനെയും പുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അത് മുഴുവൻ കത്തിജ്വലിക്കുന്ന രീതിയിലാക്കിയപ്പോൾ പ്രജാപതി അഥവാ ഈ പറയുന്ന സാക്ഷാൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട തടസ്സം ചെയ്തിട്ട് അവരുടെ ഈ വൃക്ഷങ്ങളുടെ എല്ലാം തന്നെ മകളായിരിക്കുന്ന മാരിഷയെ വിവാഹം കഴിച്ചു കൊടുത്ത് ആ മാരിഷയിൽ പ്രചേതസ്സുകൾക്ക് രണ്ടാമതൊരു ജന്മം ദക്ഷൻ എടുക്കുകയാണ്. ആ ദക്ഷ പ്രജാപതിയാണ് ശരിക്കുള്ള പിന്നാലെയുള്ള സകല ജീവജാലങ്ങളുടെയും പ്രജാപതിയായിട്ട് നാം കാണുന്ന ദക്ഷ പ്രജാപതി.
അപ്പോൾ ആദ്യത്തെ ദക്ഷ പ്രജാപതിയെ ചതുർത്ഥ സ്കന്ധത്തിൽ തുടക്കത്തിൽ കണ്ടു, തല അറ്റുപോവുകയും ആ യജ്ഞപൂർത്തീകരണത്തിന് ഭഗവാൻ തന്നെ അനുവദിച്ചതിനെ തുടർന്ന് യജ്ഞം പൂർത്തീകരിക്കുകയൊക്കെ ചെയ്ത ആ ദക്ഷ പ്രജാപതി വീണ്ടും ജനിക്കുകയാണ് ഈ പ്രജേതസ്സുകളുടെ സന്തതിയായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രജകളെ മുഴുവൻ, പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രജാപതി രൂപത്തിലേക്ക് അവർ വരികയാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേക കഥാഗോളം ദക്ഷപ്രജാപതി ആദ്യം ഇല്ലാതെയാകുന്നതും രണ്ടാമത് ദക്ഷപ്രജാപതി വീണ്ടും വരുന്നതും ആ ദക്ഷപ്രജാപതിയുടെ പുനർജന്മവും എല്ലാം തന്നെ നാം ഇവിടെ കാണുകയാണ്. ഈ ചതുർത്ഥ സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇത്തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രിയവ്രതന്റെ കാര്യത്തിലേക്ക് പതുക്കെ ഒന്ന് കടക്കാം എന്ന് കരുതിയിട്ടാണ് ഇത്രയും ചുരുക്കി ആ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ വിസ്തരിച്ച പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. തൃതീയം ചതുർത്ഥം എന്ന് പറയുന്ന സ്കന്ധങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പര്യടനം നടത്തുമ്പോൾ ഒട്ടും തന്നെ വിട്ടുവീഴ്ചയില്ലാതെ അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത് അറിയിക്കാൻ മാത്രമല്ല, അറിയാൻ കൂടിയാണ്. അറിയാന്ന് പറഞ്ഞാൽ പ്രസംഗം നടത്തുന്ന വ്യക്തി പോലും ഇതറിയണം. നമ്മൾ വെറുതെ പ്രസംഗിച്ചിട്ട് തിരിച്ചു പോന്ന് കിടന്ന് ഉറങ്ങാൻ വിധിക്കപ്പെട്ടവരല്ല. പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിലും മാറ്റം വരണം, മാറ്റത്തിന് വിധേയനാകണം. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ പ്രസംഗത്തൊഴിലാളി എന്ന് പറയുന്ന രീതിയിലേക്കാകാതെ അതിലൂടെ നമ്മളിലും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ട് ഞാൻ അതാണ് എന്നിങ്ങനെ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഞ്ചമസ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ ഇതൊന്നുകൂടി ഉറപ്പിക്കും. അപ്പൊ ചതുർത്ഥ സ്കന്ധത്തിൽ എന്തെല്ലാമാണ് നമ്മൾ കേട്ടത്? തൃതീയ സ്കന്ധത്തിൽ നിന്ന് തുടങ്ങിയതാണ്. വൈകുണ്ഠവാസികളായിട്ടുള്ള ജൈവിജയന്മാര് അവിടെ നിന്ന് ഇങ്ങനെ ശാപഗ്രസ്തരായിട്ട് താഴത്തേക്ക് പതിച്ചത് മുതൽക്ക് ആ കഥയെ തുടർന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് തൊടുത്ത് വേദവ്യാസര് ഒരു പ്രത്യേക സീക്വൻസ് ഇതെല്ലാം തന്നെ വച്ചു പുലർത്തിക്കൊണ്ട് ഒരു പരിണാമത്തിന്റെ ഒരു പ്രത്യേക ദിശ ഇതെല്ലാം തന്നെ കാട്ടിക്കൊണ്ടാണ് നമുക്ക് ഈ കഥാഗോളങ്ങളെല്ലാം തന്നെ ഇട്ടുതരുന്നത്. നമ്മളും വളരെയാണ്. അപ്പൊ ഈ പ്രജേതസ്സുകളുടെ കഥ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് പോന്നു എന്ന് ഓർക്കണം. വൈകുണ്ഠത്തിൽ നിന്ന് പോകുന്നവരാണ്, ജയവിജയന്മാർ തന്നെയാണ് നമ്മൾ. അവിടെയായിരുന്നു നമ്മുടെ ആവാസം. ഏതുപോലെ പുരഞ്ജനോപാഖ്യാനത്തിൽ മാനസ സരസ് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ എല്ലാത്തരം കഥകളും കൂട്ടി ഇണക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. മാനസ സരസിൽ എപ്രകാരമാണോ രണ്ട് ഇണയന്നങ്ങൾ കഴിഞ്ഞുകൂടിയത്, ആ ഇണയന്നങ്ങളിൽ ഒന്ന് ജീവഹംസം ഇങ്ങനെ പുറത്തേക്ക് ചാടിപ്പോകുന്നത്, അതേപോലെ തന്നെ വൈകുണ്ഠത്തിൽ കുത്തിയിരിക്കേണ്ട അല്ലെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ട് സദാ രമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ട ആ ദേവിജയന്മാരൊരു സുപ്രഭാതത്തിൽ സനകാദികളുടെ ശാപത്തിന് വിധേയരായി ഉരുണ്ട താഴത്തേക്ക് വീഴുകയാണ്. നടന്നാ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അവിടെ നിന്ന് പോന്നിട്ട് നടക്കുന്ന കഥകളാണ് ഇവിടെ പറയുന്ന മുഴുവൻ. ഇത് പുറത്തൊന്നും നടക്കുന്ന കഥയല്ല. അപ്പൊ ഈ കേട്ട കഥകളെല്ലാം തന്നെ നമ്മൾ എല്ലാ തരത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് നമ്മളിലാണ്. വൈകുണ്ഠം എന്ന് പറയുന്നതും നമ്മളില്, വൈകുണ്ഠത്തിൽ വസിക്കുന്ന ജൈവജയന്മാരും നമ്മൾ. അത്തരത്തിൽ ജീവൻ എന്ന് പറയുന്ന ഈ ജൈവജയന്മാർ അവിടെ നിന്ന് ഉരുണ്ട് താഴത്തേക്ക് വീണു എന്ന് പറഞ്ഞാൽ ആരോഹണത്തിന് പകരം അവരോഹണമായി ഉയർന്നുയർന്ന് കയറിയ ആ സ്ഥാനത്ത് നിന്ന് ഉരുണ്ടടിച്ച് താഴത്തേക്ക് വീഴുന്ന രംഗം. അങ്ങനെ അധപ്പതിച്ച രംഗത്ത് നിന്ന് കഥകളിലൂടെ നമ്മൾ കടന്നിങ്ങനെ കയറുകയാണ്. അങ്ങനെയാണ് ഓരോരോ പ്രകരണങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇക്കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ട് പഞ്ചമസ്കന്ധത്തിൽ ഗദ്യപദ്യങ്ങളെ കൊണ്ട് കോർത്തിണക്കിയ അതിസുന്ദരമായിരിക്കുന്ന പഞ്ചമസ്കന്ധത്തില്, അവിടെ ഗദ്യപദ്യങ്ങൾ എന്ന് പറയാൻ കാരണം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അതിസുന്ദരമായിരിക്കുന്നൊരു പഞ്ചാമൃതത്തിന് സദൃശമാണ്. നല്ലൊരു മഹാനിവേദ്യമായിട്ട്, ഭാഗവതത്തിലെ നല്ലൊരു നിവേദ്യമായിട്ട് ഇതിനെ കാണാം. സ്ഥാനം എന്ന് പറയുന്ന, സ്ഥിതി എന്ന് പറയുന്ന ലക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. സർഗം വിസർഗം കഴിഞ്ഞിട്ട് പഞ്ചമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥിതി വൈകുണ്ഠവിജയ എന്നാണ് അതിന്റെ നിർവചനം. സ്ഥിതിർ വൈകുണ്ഠവിജയ. അപ്പോൾ വൈകുണ്ഠൻ എന്നല്ലെങ്കിൽ വികുണ്ഠൻ എന്നെല്ലാം പറയുന്ന വിഷ്ണുവിന്റെ സാക്ഷാൽ ഈശ്വരന്റെ വിജയം അവിടെ കാണാം. അപ്പൊ ഈശ്വരൻ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടജാലങ്ങളെ അല്ലെങ്കിൽ തന്നിൽ നിന്ന് സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തുന്ന ആ കഥാഗോളങ്ങളാണ് ഇത് ചുരുക്കം. അപ്പൊ പഞ്ചമസ്കന്ധത്തിൽ എന്താണ് പ്രധാനമായിട്ടും? സർഗം വിസർഗം ഇതെല്ലാം കഴിഞ്ഞിട്ട്, ആദ്യത്തെ സൃഷ്ടിയും അവാന്തര സൃഷ്ടിയും കഴിഞ്ഞിട്ട് ബ്രഹ്മാവിലൂടെ കടന്നു വന്ന മൈഥുന രീതികളിലൂടെയെല്ലാം തന്നെ ഉണ്ടായ സകല ജീവജാലങ്ങളും എങ്ങനെയാണ് പരിരക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവയുടെ മര്യാദയ്ക്ക്, മര്യാദ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് അവ നിലനിൽക്കേണ്ടത്, ആ നിലനിൽക്കേണ്ട മര്യാദയ്ക്ക് അവയെ നിലനിർത്തുന്ന ഭഗവാന്റെ ലീല, അതിന്റെ പേരാണ് സ്ഥിതി എന്നും സ്ഥാനമെന്നും പറയുന്ന പഞ്ചമസ്കന്ധത്തിലെ ലക്ഷണം. ആദ്യം തന്നെ വരുന്നത് പ്രിയവ്രതൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ, ഉത്താനപാദന്റെ സഹോദരൻ എന്ന് മാത്രമല്ല കർദമ പ്രജാപതിയുടെ ഭാര്യ, അതായത് ദേവഹൂതി പെങ്ങള്, അത് രുചി പ്രജാപതിയുടെ അത് ഭാര്യ, അതും പെങ്ങള്. ദക്ഷപ്രജാപതി എന്ന് പറയുന്ന അദ്ദേഹം വേട്ട, ഈ പറയുന്ന
അതും ഇദ്ദേഹത്തിന്റെ ഈ പെങ്ങള്. അപ്പൊ 3 ഈ പെൺകുട്ടികളും അല്ലെങ്കിൽ സന്തതികളും അതുപോലെ 2 ആൺകുട്ടികളുമുള്ള ഒരു പ്രത്യേക സ്വയംഭവനുവിന്റെ കുടുംബചരിത്രം അതിങ്ങനെ പറഞ്ഞു പോരുമ്പോഴാണ് പഞ്ചമസ്കന്ധത്തിൽ പ്രിയവ്രതൻ എന്ന് പറയുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സാധനയിലൂടെ സമ്പന്നമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഉടമ അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പഞ്ചമസ്കന്ധത്തിലേക്ക് കടന്ന് നമുക്ക് നിൽക്കാം. അത് വളരെ രസകരമായിരിക്കുന്ന പഞ്ചമസ്കന്ധത്തിലെ ആദ്യത്തെ ഭാഗം തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ. വളരെ രസകരമായിരിക്കുന്ന പ്രിയവ്രതോ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പ്രിയവ്രതോ ഭാഗവത. അദ്ദേഹം ഭാഗവതനാണ്. ഭാഗവതൻ എന്ന് വെച്ചാൽ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാൻ ആരെ എന്ന് വളരെ വ്യക്തമായിട്ട് നിർവചിച്ചു ഭാഗവതം. വദന്തി തത്വവിത് തത്വം യത് ജ്ഞാനമദ്വയം, ഇതാണ് ഭാഗവതം, അല്ലെങ്കിൽ ഭഗവാന്റേത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഗവതൻ. അപ്പൊ ഇത്തരത്തിലുള്ള പേര് വളരെ അർഹമായിട്ടുള്ള പേര് കൊടുത്തുകൊണ്ടാണ് പ്രിയവ്രതോ ഭാഗവത ആത്മാരാമ. ആത്മാരാമൻ, ആത്മാവിൽ ജനിക്കുന്നവൻ പറഞ്ഞു മതിയാവൂ. കാരണം പ്രേതസ്സുകളുടെ കഥയായാലും ഇതര കഥാകോളങ്ങളായാലും ഇതെല്ലാം തന്നെ അവതരിപ്പിച്ചത് ആത്മാരാമനാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ആത്മാരാമന്മാരായിരിക്കണം. ആത്മാരാമനായിരുന്നു ആദ്യത്തെ കഥാകോളമായിരിക്കുന്ന ദക്ഷ പ്രജാപതിയുടെ കഥയിൽ ദക്ഷയാഗത്തില് സാക്ഷാൽ ജഗദീശ്വരനായിരിക്കുന്ന ശിവപെരുമാൾ ആത്മാരാമനാണ്. അതേപോലെ തന്നെ ഇവിടെയും പ്രിയവ്രതോ ഭഗവത ആത്മാ ഭാഗവത ആത്മാരാമ കഥം മുനി ഗ്രഹേ അരമത യന്മൂല കർമ്മബന്ധപരാഭവാൻ. ആത്മാരാമന്മാർക്ക് വാസ്തവത്തിൽ ഗൃഹസ്ഥാശ്രമം പാടുണ്ടോ? പലപ്പോഴും നമുക്ക് പരസ്പര വിരുദ്ധങ്ങളായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ പുരുഷാർത്ഥങ്ങളെ പറ്റി പറയുമ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ധർമാർത്ഥം കാമ മോക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ ആശ്രമങ്ങളെ പറ്റി പറയുമ്പോൾ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമമാണ് വിധിക്കപ്പെട്ടത്. ആ ചതുരാശ്രമങ്ങളിൽ ആദ്യത്തേത് ബ്രഹ്മചര്യമാണെങ്കിൽ രണ്ടാമത്തെ ഗൃഹസ്ഥാശ്രമമാണ്, വിവാഹം കഴിച്ചുള്ള ജീവിതം. അത് കഴിഞ്ഞ് 3ാമത് വരുന്നത് വാനപ്രസ്ഥവും 4ാമത് സന്യാസവും. അപ്പൊ ഇത്തരത്തിലുള്ള ചതുരാശ്രമങ്ങൾ പടിപടിയായിട്ട് അനുഷ്ഠിക്കുമ്പോൾ അവിടെയും നമ്മൾ ആത്മാരാമന്മാരായി എന്ന് പറഞ്ഞ് തെറ്റില്ല. ആത്മാരാമന്മാരാണെങ്കിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് തെറ്റില്ല. നമ്മൾ വാസ്തവത്തിൽ വിവാഹം കഴിച്ചിട്ടും ബ്രഹ്മചാരികളായിട്ട് വർദ്ധിക്കാൻ സാധിക്കണം. അപ്പൊ യോഗീശ്വരന്മാര് പണ്ടത്തെ വസിഷ്ഠനായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മഹർഷി ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നമ്മൾ പലപ്പോഴും ഈ ലോപാമുദ്ര അഗസ്ത്യൻ എന്നൊക്കെ പറയുന്നവര് അവർ വിവാഹിതരായിരുന്നില്ലേ? അപ്പൊ എല്ലാ തരത്തിലും വിവാഹബന്ധത്തിൽ പോലും നമുക്ക് ആത്മാരാമന്മാരാകാം, യോഗീശ്വരന്മാരാകാം, ധ്യാനനിഷ്ഠന്മാരും യോഗനിഷ്ഠന്മാരും ആകാം. അവർക്കും മോക്ഷമെല്ലാം തന്നെ നേടാനുള്ള കഴിവുണ്ട്. ദാമ്പത്യ ജീവിതം നയിക്കുന്നത് ഒരു പടി, ഒരു പ്രത്യേക രീതിയിലുള്ള 2ാമത്തെ സ്റ്റേജ്, ബ്രഹ്മചര്യം കഴിഞ്ഞാൽ 2ാമത്തേത്. അപ്പൊ ഇവിടെയും വാസ്തവത്തിൽ അദ്ദേഹം പ്രിയവ്രതനായി എന്നുള്ള പേരോടുകൂടി ആത്മാരാമനായിരുന്ന അദ്ദേഹം കുടുംബജീവിതത്തിന് വിസമ്മതം പ്രകടിപ്പിച്ചു ആദ്യമെങ്കിൽ പിന്നാലെ നിർബന്ധിതനായിട്ട് ബ്രഹ്മദേവനും സ്വയംഭവന് പറഞ്ഞിട്ട് ഈ ബ്രഹ്മദേവനും ഒക്കെ വന്ന് പ്രേരിപ്പിച്ചതിന്റെ ഫലമായിട്ട് ഇദ്ദേഹം വിവാഹം കഴിച്ചു എന്നാണ്. പ്രിയവ്രതോ ഭാഗവത ആത്മാരാമ കഥം മുനേ ഗൃഹീയരമത യന്മൂല കർമ്മബന്ധപരാഭവ നനൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി മഹതാം ഖലു വിപ്രർഷേ ഉത്തമശ്ലോകപാദയോ ഛായാ നിർവ്രതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാരസുതാദിഷു സക്തസ്യ യൽ സിദ്ധിരഭൂത് കൃഷ്ണേച മതിരച്യുത. നല്ലൊരു ചോദ്യമാണ് രാജാവ് പരീക്ഷിത്ത് മഹാരാജാവ് ശുഖബ്രഹ്മത്തോട് ചോദിക്കുന്നത്. ഇനി ശുഖബ്രഹ്മവും പരീക്ഷിത്തും ഇതെല്ലാം നടക്കുന്ന ശുഖബ്രഹ്മവും പരീക്ഷിത്തും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ്. പക്ഷേ തൃതീയം ചതുർത്ഥം എന്ന് പറഞ്ഞ സ്കന്ധങ്ങളിൽ വിതുരമൈത്രേയ സംവാദ രൂപത്തിലായി എന്ന് മാത്രം. അപ്പൊ ഇവിടെയും രാജാവ് ചോദിക്കുന്ന ചോദ്യം, നാരായണോത്തമ ഭക്തനായി ആത്മാവിൽ ആരമിച്ച ആളും പ്രിയവ്രതൻ എങ്ങനെ കർമ്മബന്ധാജ്ഞാനം ഹേതുഭൂതം ഗൃഹധർമ്മം വരിച്ചു രമിച്ചു മുനീശ്വര. ചിന്ത കുഴപ്പമുണ്ടാക്കുന്ന കാര്യം. നമ്മൾ ആശ്രമമെല്ലാം തന്നെ ഉണ്ടാക്കി സന്യാസിയായിട്ടിരുന്ന് അവിടെ നിന്ന് ഉരുണ്ട് വീണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുന്നതിനേക്കാൾ നമ്മൾ ബ്രഹ്മചര്യ ദീക്ഷയോടുകൂടി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്ന് വാനപ്രസ്ഥനായി സന്യാസത്തിലേക്ക് പോകുന്നതാണ് ഉചിതം എന്ന് പലപ്പോഴും പല കഥകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും പടിപടിയായിട്ട് നമ്മൾ ഓരോരോ ആശ്രമങ്ങൾ കടന്നു കയറിയിട്ട് സന്യാസത്തിലേക്ക് പോകുന്നു ശ്രേഷ്ഠം എന്നുള്ള രീതിയിൽ പടിപടിയായിട്ട് ഇങ്ങനെ കോണിപ്പടി കയറി പോകുന്ന പോലെ. പക്ഷേ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ആത്മാരാമനായിട്ടുള്ള ഇയാൾ എങ്ങനെ ഗൃഹസ്ഥാശ്രമിയായി എന്നാണ്. ഇത്തരം സംഘഹീനർക്ക് സാധാരണ
പത്തനാസക്തി വരാൻ വഴിയില്ലതാൻ. അപ്പൊ ഇങ്ങനെ സംഘഹീനന്മാര്, അല്ലെങ്കിൽ ഈ പറയുന്നത് യാതൊരു സംഘവും പാടില്ല എന്ന് കരുതുന്ന ആത്മാരാമന്മാര്, അവരെ സംബന്ധിച്ചിടത്തോളം പത്തനാസക്തി വരാൻ വഴിയില്ല. കുടുംബം വേണം, കുടുംബഭരണം വേണം, ഗൃഹസ്ഥാശ്രമം വേണം എന്നുള്ളൊരു ആസക്തി വരാനിടയില്ല. ഇതാണ് പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യം. ഉത്തമ ശ്ലോക പദദ്വയച്ഛായയിൽ ചിത്തം ആനന്ദിച്ചിരിക്കും മഹത്തുക്കൾ, തുച്ഛമായി ഇടം ഗൃഹസ്ഥാശ്രമ സുഖം ഇച്ഛിച്ചിടുകയില്ല എന്നതു നിശ്ചയം. ഉത്തുംഗ പദവിയാണ് ആത്മനിഷ്ഠ. ആത്മനിഷ്ഠയിൽ അങ്ങേയറ്റത്തെ പദവി അലങ്കരിച്ചുകൊണ്ട് വളരെ സന്തുഷ്ട ചിത്തത്തോടുകൂടി വർത്തിക്കുന്ന ആത്മാരാമന്മാര് അവരെങ്ങനെ ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് താഴത്തേക്ക് ഉരുണ്ടു വീഴും? തുച്ഛമായിടും, വളരെ തുച്ഛമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമ സുഖം, ഈ ഗൃഹസ്ഥാശ്രമത്തിലെ സുഖം ഇച്ഛിച്ചിടുകയില്ല എന്നതു നിശ്ചയം. അപ്പൊ യാതൊരു കാരണവശാലും ആത്മാരാമന്മാര് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരാൻ ഇടയില്ല. ആ സംശയ നിവർത്തിക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുകയാണ്. ജായ ഭാര്യ. അപ്പോ ജായ ആത്മജാർത്ഥാദിലോലൻ പ്രിയവ്രതൻ മായാമയനിൽ സമർപ്പിച്ചു മാനസം സിദ്ധിയടഞ്ഞെന്ന് ചെന്നതിൽ ഇങ്ങെനിക്ക് ഉൾക്കാലിലുണ്ട് വലുതായ സംശയം. എന്നിട്ട് ഈ ജായ, അതായത് ഭാര്യയുണ്ട്, പുത്രന്മാരുണ്ട്, അവരെയെല്ലാം തന്നെ വച്ചു പുലർത്തിക്കൊണ്ട് മായാമയനിൽ സമർപ്പിച്ചു മാനസം, ഈശ്വരനില് മനസ്സും ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് സിദ്ധി അടഞ്ഞു, നേട്ടങ്ങൾ കൈവരിച്ചു, മോക്ഷപ്രാപ്തനായി എന്നെല്ലാം പറയുന്നതിൽ എനിക്ക് സംശയമുണ്ടെന്ന്. പരീക്ഷത്തിന്റെ ചിന്ത ഇത്തരത്തിലാണ്. ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയായിക്കൊണ്ട് പ്രാപഞ്ചികതയെല്ലാം തന്നെ മുറ്റിനിൽക്കുന്ന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മോക്ഷം കിട്ടുക? അല്ലെങ്കിൽ സാക്ഷാൽ ഈശ്വരനെ പ്രാപിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഗൃഹസ്ഥാശ്രമ ജീവിതം, സന്യാസവർത്തിക്ക് എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ഒന്ന്, ഈ പറയുന്ന രീതിയിൽ ആദ്യം ശൂദ്രനായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ശൂദ്രൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈശ്യനായി, പിന്നെ അത് കഴിഞ്ഞ് ക്ഷത്രിയനായി ബ്രാഹ്മണനാകുമ്പോൾ മോക്ഷത്തിന്റെ പദവിയാണ്. ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനി മോക്ഷത്തിന്റെ പദവിയാണ്. അതുപോലെ തന്നെ ഈ സന്യാസി ആകുന്നതിന് മുമ്പ് ബ്രഹ്മചര്യമുണ്ട്, ഗൃഹസ്ഥാശ്രമമുണ്ട്, വാനപ്രസ്ഥമുണ്ട്, സന്യാസിയുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ബ്രാഹ്മണനായിക്കഴിഞ്ഞാൽ മോക്ഷം, സന്യാസി ആയിക്കഴിഞ്ഞാൽ മോക്ഷം. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ധർമ്മവും അർത്ഥവും കാമവും, ഈ ധർമ്മവും അർത്ഥവും കാമവും എല്ലാം തന്നെ പറയുമ്പോൾ ശൂദ്രനായിട്ട് ജനിക്കുന്നതും പാദങ്ങളെ കൊണ്ട് ജനിക്കുന്നതും അങ്ങനെ സഞ്ചരിക്കുന്നതും ആചരണവും ഇതെല്ലാം തന്നെ ധർമാനുഷ്ഠാനങ്ങൾ. എന്നിട്ട് പടിപടിയായിട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടാണ് അർത്ഥകാമങ്ങൾ നേടുന്നു, മോക്ഷത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെയാണ് ഈ ബ്രാഹ്മണ പദവിയിലേക്ക് എത്തുന്നു, സന്യാസിയാകുന്നു. അപ്പൊ ഇവിടെയെല്ലാം തന്നെ എന്തൊന്നില്ലാത്തൊരു ബന്ധം നമ്മുടെ ഈ പ്രയോഗങ്ങൾ കൊണ്ട് വേദാന്ത ദൃഷ്ടിയിൽ നമ്മൾ വിവാഹം കഴിക്കുന്നത് കാട് കയറിയ ജീവിതം നയിക്കാനല്ല എന്ന് ചുരുക്കം. പ്രാകൃതന്മാരായിട്ട് പ്രാപഞ്ചിക സുഖഭോഗങ്ങൾ മാത്രം കൈമുതലായിട്ട് അത്തരത്തിൽ അധപ്പതിച്ച രീതിയിലുള്ള ജീവിതം കാഴ്ചവെക്കാനല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ദാമ്പത്യ ജീവിതത്തിലും ധന്യമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും വച്ചു പുലർത്തിക്കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ ഈശ്വര അന്വേഷണം നടത്തുമ്പോൾ ദേവഭൂതിയെപ്പോലെയും കർദമ പ്രജാപതിയെപ്പോലെയും അതുപോലെ തന്നെ ഈ വസിഷ്ഠനെ പോലെയും അരുന്ധതിയെപ്പോലെയും ലോപാമുദ്രയെപ്പോലെയും അഗസ്ത്യമുനിയെപ്പോലെയും ഒക്കെ അതേ രീതിയിലാകാൻ നമുക്ക് കഴിയണമെന്ന്, അതാണ് വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞു വരാൻ ഇരിക്കുന്ന ആ ഭാഗം കൊണ്ട് പ്രിയവ്രത കഥയിലൂടെ മനസ്സിലാക്കുന്നത്. ജായ ആത്മജന്മാർക്ക് ആത്മജ അർത്ഥാദിലോലൻ പ്രിയവ്രതൻ മായാമയനിൽ സമർപ്പിച്ചു മാനസം സിദ്ധിയടഞ്ഞെന്ന് ചൊന്നതില് ഇങ്ങനിക്കുൾത്താരിലുണ്ട് വലുതായ സംശയം. ഇങ്ങനെ മോക്ഷം കിട്ടി എന്ന് അങ്ങ് പറയുന്നതിൽ വളരെ സംശയമുണ്ട്. അവ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പഞ്ചമസ്കന്ധം ഇങ്ങനെ തുടങ്ങുന്നത്. മോക്ഷം കിട്ടാനായിട്ട് തടസ്സമല്ലേ ദാമ്പത്യ ജീവിതം? ഭാര്യയും മക്കളുമെല്ലാം തന്നെയുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, പ്രിയവ്രതൻ എന്ന് പറയുന്നതിൽ ശ്രേഷ്ഠൻ എങ്ങനെ ഈശ്വരമുഖമായിട്ടുള്ള മനസ്സ് വച്ചു പുലർത്തിക്കൊണ്ട് മോക്ഷത്തെ സാധിച്ചു? ഈ കഥയാണ് വാസ്തവത്തിൽ പഞ്ചമസ്കന്ധത്തിലെ തുടക്കം. അദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് നമ്മൾ കാണുന്നു. ഋഷഭനെ കാണുന്നുണ്ട്, ഭരതനെ കാണുന്നു, ശ്രേഷ്ഠമതികളായിട്ടുള്ള അധികം പേര്. ഉത്താനപാദ മഹാരാജാവിന്റെ പരമ്പരയെപ്പറ്റി പറയുന്ന പോലെ തന്നെ പ്രിയവ്രതന്റെ പരമ്പരയെപ്പറ്റി പ്രതിപാദിക്കുന്ന പഞ്ചമസ്കന്ധത്തിലും ശ്രേഷ്ഠന്മാരായിട്ടുള്ള പല വ്യക്തികളെയും ഇട്ടുകൊണ്ട് നമ്മൾ ധന്യമായിരിക്കുന്ന ആധ്യാത്മികതയെ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനെ കരുപ്പിടിപ്പിച്ചുകൊണ്ട് അതിന് കരുത്തേക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലേക്ക് പഞ്ചമസ്കന്ധം വളരെ ശ്രേഷ്ഠമാണ്. അങ്ങേയറ്റത്ത് പ്രാധാന്യം വഹിക്കുന്ന കഥാഗോളങ്ങൾ നമുക്ക് പടിപടിയായിട്ട് ഗ്രഹിക്കാനുള്ള പഞ്ചമസ്കന്ധത്തിലേക്ക് നമുക്ക് കടക്കാം. ചതുർത്ഥസ്കന്ധം നല്ലപോലെ മനനം ചെയ്ത് ഉറപ്പിക്കുക. അതിലടങ്ങിയിരിക്കുന്ന കഥാഗോളങ്ങളും കഥാപാത്രങ്ങളും
എങ്ങനെ മാർഗദർശികളാണ് എന്നുള്ള കാര്യവും കൂടി ഉറപ്പിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മത്കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. രക്ഷ രക്ഷ ജനാർദ്ദന. രക്ഷ രക്ഷ മഹേശ്വരീ. ഓം നമോ നാരായണായ.